ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കണം, ഈ മെയ് മാസത്തിന്റെ വി ആർ അറ്റ് ദി എൻഡ് ടൈം ഓഫ് മെയ്, ഈ ലാസ്റ്റ് വീക്കിൽ വന്ന് നിൽക്കുകയാണ്. ഇത് 4-ാമത്തെ ആഴ്ചയാണ്. ഈ 4-ാമത്തെ ആഴ്ചയിൽ മെയ്യിൽ നിങ്ങൾക്ക് ഇതുവരെ 5 മാസം സംഭവിക്കാത്ത കാര്യങ്ങൾ 4 മാസങ്ങളിൽ ആമേൻ 4-ാമത്തെ ആഴ്ച 4 ദിവസം ആമേൻ ചീഞ്ഞ് അളിഞ്ഞു നാറിയ ലാസറിനെ ഉയർത്തിയ കർത്താവ് ഈ 4-ാമത്തെ ആഴ്ചയിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്യകളെ മാറ്റുവാൻ പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുത്തൻ ഉണർവോടുകൂടി നിൽപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. Even as Jesus raised Lazarus on the 4th day, even in this 4th week, may the Lord give us grace to resurrect and bring new things out of our lives. Hallelujah. I've been preaching on grace for many years. കൃപയെ കുറിച്ച് ഒത്തിരി നാളായിട്ട് ഞാൻ സംസാരിക്കുന്നു. കർത്താവ് എന്നോട് എന്നെ അറിയിച്ച ഒരു കാര്യം, വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു സഭയാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. One thing the Lord told me is that God has given me a beautiful church. അടുത്തിരിക്കുന്ന സൗന്ദര്യമുള്ള വ്യക്തി ഒന്ന് നോക്കിയിട്ട് പറയാ, you are so beautiful. നിങ്ങൾ വളരെ സൗന്ദര്യമുള്ള വ്യക്തിയാണ്. Tell the person next to you, you are a very beautiful or a handsome person. പറ, നിങ്ങൾ ഭയങ്കര സുന്ദരനാണ്, സുന്ദരിയാണ്. You are very pretty or you are very handsome. പറഞ്ഞു അപ്പുറത്തെ മോളോട് നോക്കിയിട്ട് പറ, Tell the person next to you. നിങ്ങൾ ഭയങ്കര ഒന്ന് hats off, you are so beautiful. Just appreciate the person next to you and say you are very handsome. കർത്താവ് എനിക്ക് സൗന്ദര്യമുള്ള സഭയാണ് തന്നിരിക്കുന്നത്. God has given me a beautiful ഓരോരുത്തരെ church. നോക്കുമ്പോൾ നിങ്ങൾ എത്ര സുന്ദരന്മാരും സുന്ദരിമാരുമാണ്. When I look at you, how beautiful, how handsome you are. പുറകിലിരിക്കുന്നവരെല്ലാം മുമ്പിൽ വരിക, പുറകിലിരിക്കുന്നവരെല്ലാം Those who are at the back, please come to the front. ആകാശമൊക്കെ ഷമായും ഒക്കെ മുമ്പ് വരാം, മുമ്പിൽ വന്ന് ഇവിടെ ഈ സൈഡിലൊക്കെ കയറിയിരിക്കും. അതുകൊണ്ട് സീറ്റുണ്ട് ഇവിടെ. സൗന്ദര്യമുള്ള ജീവിതം തന്നതുകൊണ്ട് തന്നെ നമുക്ക് സൗന്ദര്യം നമുക്ക് തന്നതുകൊണ്ട് തന്നെ കർത്താവ് നമുക്ക് സൗന്ദര്യവും തന്നിരിക്കുകയാണ്. സൗന്ദര്യം നമുക്ക് തന്നതുകൊണ്ട് തന്നെ കർത്താവ് നമുക്ക് സൗന്ദര്യമുള്ള ജീവിതം തന്നിരിക്കുകയാണ്. Because God has made us beautiful, God has also given us a beautiful life. പെട്ടെന്ന് ഈ സൗന്ദര്യം എന്ന ബ്യൂട്ടി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എന്താണ്? What comes to your mind when you hear the word beauty? വാൽക്കണ്ണെഴുതി പിരികമൊക്കെ ഇങ്ങനെ പ്ലക്ക് ചെയ്ത് അങ്ങനത്തെ സൗന്ദര്യമാണോ, അതോ ഇങ്ങനെ 6 പാക്ക് ഒക്കെ ഇട്ട് വി ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന അതാണോ സൗന്ദര്യം? Is this a picture of eyelined and then with the eyebrows all shaped, or with a masculine body? Is that sleeveless arms, bikini ഒക്കെ ഇട്ട് അതാണോ സൗന്ദര്യം? With scanty clothes, is that all your picture of beauty? നമുക്ക് ബൈബിൾ എന്താണ് ഈ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം. What does Bible talk about beauty? Beautiful life എന്താണ്? ഈ സുന്ദരമായ ജീവിതം വേദപുസ്തകം എന്തൊക്കെയാണ് പറയുന്നത്? What does the Bible talk about a beautiful life? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 തൊട്ട് 33 വരെയുള്ള വാക്യങ്ങൾ, കുറെ വാക്യങ്ങളുണ്ട്, എങ്കിലും ഒന്ന് വായിച്ചു കേൾക്കാം. Let's hear Matthew 6:25 onwards. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാനോ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നതുമില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. ആകയാൽ നാം എന്ത് തിന്നും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നില്ലേ? ഞാൻ സൂചിപ്പിച്ചതുപോലെ വേദപുസ്തകം പറയുന്ന സുന്ദരമായ ജീവിതം എന്താണ്? What is the beautiful life that the Bible is talking about? ഞാൻ ഇന്ന് സംസാരിക്കുന്നു how to lead a beautiful life.
എങ്ങനെയാണ് സൗന്ദര്യമുള്ള ഒരു ജീവിതം നയിക്കപ്പെടുന്നത്. How to lead a beautiful life is what I want. ഒന്നാമത്തെ കാര്യം പറയുന്നത്, നീ നാളെയെ കുറിച്ച് വിചാരപ്പെടരുത്. The first point is do not be anxious about tomorrow. സുന്ദരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ പുസ്തകം പറയുന്നത് നീ നാളെ ഓർത്ത് വിചാരപ്പെടരുത്. If you want to lead a beautiful life, do not worry about tomorrow. നാളെയെ കുറിച്ച് നീ ഭാരപ്പെടരുത്. if you want to lead a beautiful life, don't worry about ചിലർക്ക് tomorrow. വറി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടം. അതിനകത്ത് അവരങ്ങ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡോക്ടറേറ്റ് ഒക്കെ എടുക്കും. Some people love to worry and they've taken graduation and post graduation. ചിലർക്ക് വറി വന്നില്ലെങ്കിൽ വറീഡാണ്. If they're not worried, ഈ ആഴ്ച they're worried. എന്താ ഒരു വറീസ് ഒന്നും ഇല്ലാത്തോർത്ത് ഒരു വറി ചെയ്തോണ്ടിരിക്കും. If they don't have any worries, they are worried. യേശു കർത്താവ് പറയുന്ന കേട്ടില്ലേ, നിങ്ങൾ ഈ പുല്ലിനെ ഇങ്ങനെ നിർത്തുന്ന, ഈ വയലിലെ താമരെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന നിറം, ആകൃതി, അതിന്റെ മണം, ഗുണം ഒക്കെ എത്ര ഭയങ്കരമായിരിക്കുന്നു. Jesus is talking about the grass of the field, how beautifully, look at the color, how beautifully they are sustained. വയലിലെ പുഷ്പങ്ങൾക്കൊക്കെ ഭംഗി കൊടുത്തിരിക്കുന്ന ദൈവമാണ് കൊടുത്തിരിക്കുന്നത്. It is the Lord that has given beauty to the flowers of the field. ഒരു കാര്യം ഓർത്തോണം, അതിനേക്കാളും ശ്രേഷ്ഠമായ രീതിയിലാണ് നമ്മൾ പരിപാലിക്കപ്പെടുന്നത്. But we are taken care much better than all these things. വയലിലെ ഈ ചെടിയെ, വയലിലെ ഈ പുല്ലിനെ ഇത്രയധികം ദൈവം പരിപാലിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ എത്രയധികമായിട്ടാണ് ദൈവം പരിപാലിക്കുന്നത്. If God so cares of the grass of the field, how much more the Lord cares about us. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്നോണ്ട് പറ, എന്നെ പരിപാലിക്കുന്ന ഒരു പിതാവ് എനിക്കുണ്ട്. If so, you must sit there and say, I have a father who takes care of അതുകൊണ്ട് me. നാളെ ഓർത്ത് ഞാൻ ഭാരപ്പെടത്തില്ല. Therefore, I will not worry about എന്റെ tomorrow. ഭാരങ്ങളെല്ലാം ഞാൻ യേശുവിൽ കൈമാറുകയാണ്. I am handing over my worries to Jesus. Worry is a time waste. ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഭാരപ്പെടുക എന്ന് പറയുന്നത് വെറുതെ സമയം കളയാന്നുള്ളതേ ഉള്ളൂ. Worry is a waste of time. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഒന്നും സാധിക്കാനും പോകുന്നില്ല. And you don't gain anything by worrying. അപ്പൊ വറി എന്ന് പറയുന്ന ഈ ഭാരത്തിനുള്ള ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് ഫെയ്ത്ത് ആണ്, വിശ്വാസമാണ് ഇതിന്റെ മറുമരുന്ന്. The antidote to worry is faith. അതുകൊണ്ട് യേശു പറഞ്ഞത് അല്പവിശ്വാസികളെ, വലിയ വിശ്വാസികളെ എന്നല്ല വിളിച്ചത്, അല്പമെങ്കിലും വിശ്വാസം കൊണ്ട് നീ ഭാരപ്പെടരുതെന്നാ പറഞ്ഞത്. And that's why Jesus says, if you have even a little faith, do not worry. ശ്രദ്ധിച്ച്, ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അല്പം പോലും വിശ്വാസം ഇല്ലെന്ന് ഓർത്തോണം. If you are burdened and worried, that means you don't even have അല്പമെങ്കിലും faith. വിശ്വാസം ഉണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട കാര്യം, എനിക്ക് അല്പമെങ്കിലും ഉണ്ടല്ലോ വിശ്വാസം. If you have even little faith, you won't worry. കർത്താവ് നമുക്ക് കൂട്ടാളിയായി നിൽക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ അവന് കൈമാറുക. When the Lord is standing with us as our companion, hand over your burdens to the Lord. വിചാരപ്പെടുന്നതിനേക്കാളും പ്രയോജനമില്ലാത്ത മറ്റൊരു കാര്യവുമില്ല. And there is no useless thing as be getting worried. ഈ സൗന്ദര്യം എന്ന, ബ്യൂട്ടി എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിച്ചാൽ, ടു ബി അഡോൺഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കരിക്കപ്പെടുന്നതിനെയാണ്, അല്ലെങ്കിൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതിനെയാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. The word beauty means to be adorned. ടു ബി ഡെക്കറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്ന. നമ്മൾ ചില ഇപ്പൊ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഭയങ്കര സ്റ്റേജിലൊക്കെ ഭയങ്കര ഡെക്കറേഷൻ, അല്ലെ സ്റ്റേജ് കണ്ട ഇതിനുള്ള ഡെക്കറേറ്റഡ്. A plain stage is decorated for a wedding and it looks so beautiful. മറ്റൊരു വാക്കാണ്, ഇംഗ്ലീഷിലുള്ള മറ്റൊരു വാക്കാണ് ഈ സൗന്ദര്യത്തെ എംബലിഷൻ. എംബലിഷൻ എന്നുള്ള വാക്ക് വാസ്തവത്തിൽ അതിൽ നിന്നാണ് എംബ്രോയിഡറി ഒക്കെ ഉണ്ടായിരിക്കുക. ചുമ്മാ ഒരു ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു തുണിയിലോട്ട് കുറെ എംബ്രോയിഡറി വർക്ക് ചെയ്താൽ ഇതിന് ഭംഗി കൂടത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഇരിക്കുന്നത്. Another word is embellished, from where comes embroidery. That means an ordinary cloth looks good when it has got some embroidery on it. ഞാനിതൊക്കെ ഇങ്ങനെ സാവകാശത്തിൽ പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണമേ, ഈ മാസം ചിലതൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് മോടി പിടിപ്പിക്കുന്ന ഒന്നിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കേൾവിയിൽ ഇടപെടുകയാണ്. The Holy Spirit, God is intervening in your hearing so that you should leave certain things this month and step into something more beautiful. He wants to embroidery something in your life. എന്തൊക്കെയോ ഒന്ന് വെച്ച് പിടിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. God wants to embroider something beautiful in your അങ്ങനെ life. ആരെങ്കിലും ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെ മിഴുങ്ങസിയാൻ പറഞ്ഞിരിക്കാതെ ദൈവത്തെ സ്തുതിച്ച്, ഇത് എന്നോട് സംസാരിക്കുന്നതാണ്. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ വരാത്ത കളർഫുൾ ആയിരിക്കുന്ന, നിറം പിടിപ്പിക്കുന്ന, ഡെക്കറേറ്റഡ് ആയിരിക്കുന്ന, എംപ്ലിഷ് ആയിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്.
And therefore you must receive it this morning and say that the Lord is doing something beautiful, something decorative in my life. ഈ സൗന്ദര്യത്തിന് മറ്റൊരു വാക്യം വാല്യൂ അഡീഷൻ, മൂല്യവർദ്ധനവുള്ളതാണ്. ഇതിന് ചുമ്മാ ഒന്നുമില്ല. സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തതല്ല, അതിനകത്ത് എന്തൊക്കെയോ വിലമതിക്കപ്പെട്ടതായ കാര്യങ്ങളുണ്ട്. Beauty has something called a value addition. Something precious is added. Something very pleasantful, അല്ലേ? സന്തോഷം നൽകുന്ന എന്തൊക്കെയോ അതിനകത്തുണ്ട്. Something pleasant is added. നമ്മളിൽ പലരും ഈ സൗന്ദര്യം എന്താണെന്ന് തിരിച്ചറിയുന്നില്ലെന്നുള്ളതാണ് ആ പ്രയാസം. The problem is we don't recognize real beauty. ദൈവം ഒന്നിനെയും വിരൂപമായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. God has not created anything which നമ്മൾ is not കാണുന്ന pretty. വിരൂപം എന്ന് പറയുന്നതിനകത്തും ദൈവം ഒരു സൗന്ദര്യം വെച്ചിട്ടുണ്ട്. Even what we call as ugly, there is a beauty in it. നിങ്ങൾ ഈ പട്ടിയെ കണ്ടാൽ, പട്ടിയെ ഇഷ്ടമുള്ള, എൻ്റെ വീട്ടിൽ എനിക്കൊരു കോക്റ്റിയൽ എന്ന് പറഞ്ഞൊരു ബേർഡ് ഉണ്ട്. കോക്റ്റിയൽ, അതിപ്പം എന്തതിശയമേ എന്നുള്ള പാട്ടൊക്കെ പാടും. അത് കേട്ടപ്പോൾ ഒത്തിരി പേർക്ക് ചിരി വന്ന്, ആഹാ മലയാളം പാട്ട് പാടുന്ന കിളിയോ? അതെ, ഇഫ് യു ഹാപ്പി ആൻഡ് യു നോ ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, അത് പാടും. അത് വന്നിരിക്കുന്നവർക്കുണ്ടല്ലോ ഈ കിളിയെ അത്രയൊന്നും ഇഷ്ടമില്ലല്ലോ, പാടുന്ന കേൾക്കും ഭയങ്കര ഇഷ്ടം തോന്നും. അതിന്റെ തലയിലെ ആ പൊങ്ങി നിൽക്കുന്ന സാധനം കാണുമ്പം. അപ്പൊ ദൈവം എല്ലാത്തിനെയും സൗന്ദര്യത്തോടു കൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. God has created everything beautiful. I have a cockatiel bird that hums a tune of Enda Disheme, and if you're happy and you know it. And people love to see the beauty of the way the bird sings and hums a tune. എനിക്ക് 3 പട്ടികളുണ്ട്. And I have 3 dogs. തെറ്റിദ്ധരിക്കരുത്, കൂട്ടിലിടുന്നത്, വീട്ടിലേതല്ല. Not in the house, but outside in the kennel. അതെല്ലാം ഭയങ്കര സൗന്ദര്യമുള്ളത്. ഞാൻ ഇതിനൊക്കെ കണ്ടിട്ട് സന്തോഷിക്കും. And I greatly take joy in watching these pets. ചിലര് പാമ്പിനെ വളർത്തും. Some people raise snakes. അയ്യെന്നൊക്കെ വെച്ചു. ഇത് സൃഷ്ടിച്ചതാരാണ്? പാമ്പിനെയും ദൈവമല്ലേ സൃഷ്ടിച്ചു. എല്ലാത്തിനെയും അതിൻ്റെതായ മനോഹാരിതത്തിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. God created even snakes. താങ്ക് യു മോനെ. ആമേൻ, ഹല്ലേലൂയ. സൃഷ്ടിയിൽ വൈരൂപ്യം, വിരൂപതകളില്ല. And there is no ugliness in creation. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്കെല്ലാം കൂടെ അങ്ങൊരു ചിന്ത വരിക, അല്ലെങ്കിൽ ലോകത്തിലുള്ള സ്ത്രീകൾക്കെല്ലാം ഒരു ചിന്ത വരികയാണ്, അവരെല്ലാം സൗന്ദര്യമുള്ളവരാണ്, സുന്ദരികളാണ്. ചിന്തിച്ചാൽ ഈ കോസ്മെറ്റിക് വിൽക്കുന്ന മൊത്തം കമ്പനിയും പൂട്ടിപ്പോവും. If all the women begin to think that they are beautiful, that's the end of the cosmetic industry. സ്ത്രീകളൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി അവര് സൗന്ദര്യമുള്ളവരാണെന്ന്. Once you recognize that you're a woman, you should know your. ഈ വേറെ ലെവലിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം അന്നേരമേ അവന്റെ കട പൂട്ടിപ്പോവും. All these cosmetic companies will shut shop. അതുകൊണ്ടാണ് അവരുടെ പരസ്യങ്ങൾ ശ്രദ്ധിക്കണം, അഴകു വർദ്ധിക്കുവാൻ. ഇത് കാണുന്ന ഉടനെ അഴകുള്ള സ്ത്രീ ഇച്ചിരൂടെ വർദ്ധിക്കാൻ എന്തെങ്കിലും പണി കാണിക്കും. That is why all their advertisements say to increase your beauty. That means you think that you have less beauty and then you do things പണ്ട് to നമുക്ക് increase it. കുട്ടപ്പന്റെ ബാർബർ ഷോപ്പേ അറിയത്തുള്ളായിരുന്നു. ഇപ്പം യൂണിസെക്സ്, സലൂണ്, പിന്നെ ക്ലിനിക്ക്, ബ്യൂട്ടി ക്ലിനിക്ക്, ഭയങ്കര പേരുകളൊക്കെ. അപ്പോഴത്തേക്ക് നമുക്ക് നല്ല ബ്യൂട്ടിയിൽ ഇരിക്കുന്ന ഓമനാമ ഒരെണ്ണം ക്ലിനിക്കിലോട്ട് പോകും. Has already made us beautiful. ദൈവം എല്ലാം അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നവരാണ്. God also works everything beautiful in His സഭാപ്രസംഗി time. 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. സഭാപ്രസംഗി 3-ാം അധ്യായം. Ecclesiastes 3:11. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് ആ, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ അപ്പൊ വെച്ചിരിക്കുന്നു. ആദ്യത്തെ ആ ഭാഗം നോക്കി, എല്ലാം അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നവനാണ് ഈ കർത്താവ്. He makes all things beautiful in His time. മോളെ ഇപ്പൊ 2 പിള്ളേരെ കൊണ്ടിരിക്കുകയല്ലേ. ഈ കുഞ്ഞ് എത്ര മാസം നിന്റെ വയറ്റിൽ കിടന്നു? 9 മാസം അല്ലേ? അപ്പൊ അക്സ പറയുകയാണ് 9 മാസം ഒന്നും ഒക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കുവോ? 9 മാസമാണ് അതിന്റെ സൗന്ദര്യത്തെ, അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്ന കാലം. 9 months is the time that a little zygote matures into a beautiful baby. ആ ബ്യൂട്ടി, ആ കുഞ്ഞിന്റെ ബ്യൂട്ടി, അതിന്റെ കണ്ണ്, കയ്യ്, കാല്, അതിന്റെ ഇതെല്ലാം ആ ബ്യൂട്ടി 9 മാസത്തെ പ്രോസസ്സിലാണ് സംഭവിക്കുന്നത്. And there is a process. There is a process in which in 9 months the child is formed and the baby is well formed and made beautiful. ഈ സൗന്ദര്യം ഉണ്ടാകുന്ന മുഴുവൻ ഒരു പ്രോസസ്സിൽ കൂടിയാണ്, ഒരു Beauty is പ്രവൃത്തി made അതിനകത്തുണ്ട്. There is a process through which beauty is made. ഈ സീഡ്ലെസിന്റെ ഒരു കാലമാണ്. സീഡ്ലെസ് ഗ്രേപ്സ് വാങ്ങിക്കത്തുള്ളൂ. ചിലർ പറയും 500 രൂപ കൊടുത്ത് സീഡ്ലെസ്, 1 കിലോയ്ക്ക് 500 രൂപ കൊടുത്ത് കുരുവില്ലാത്ത വാങ്ങിക്കരുത്. കാര്യം വിച്ച് ഈസ് ഫോംഡ്
കാര്യം കുരുവില്ലാത്തത് ഉണ്ടാക്കപ്പെടുന്നതാണ്. You see, these days we have seedless grapes. Don't buy it. കാര്യം പ്രോസസ്സ് നടക്കുന്നില്ല. അങ്ങോട്ട് വെക്കുമ്പോ പിറ്റേ ദിവസം പേരയ്ക്ക കിട്ടണം. Because you don't want the process to happen. You want everything quickly. നിങ്ങൾ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു സാധനം ശ്രദ്ധിച്ച്, ഇന്ന് അങ്ങോട്ട് പ്ലാവ് വെച്ചതേ ഉള്ളൂ, പാസ്റ്റർ അടുത്ത മാസം വിളിച്ചു വെച്ച് പറയാം, പാസ്റ്റർ 2 ചക്ക കിടപ്പുണ്ടെന്ന്. നീ അങ്ങ് ചക്കയായി പോകത്തേ ഉള്ളൂ അവസാനം. You want everything to happen so quickly. You want to bypass the process. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്ത് കാര്യം വേഗത്തിൽ സംഭവിക്കുക പ്രോസസ്സിൽ കൂടി വരുന്നില്ലെങ്കിൽ എന്തോ അപകടം അതിനകത്ത് ഇരിപ്പുണ്ട്. If you don't allow it to go through the process, then there is a danger. ഓമന മാമ ഇങ്ങോട്ട് നോക്കിയേ, പിന്നെ എഴുതാം. ഒരു മീൻകറി വെക്കണമെങ്കിൽ സാധാരണഗതിയിൽ എത്ര നേരം എടുക്കും? How long it takes to make a fish curry? ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ അങ്ങനെ പറയുന്നത്. 1/2 മണിക്കൂർ കൊണ്ട് മീൻകറി ആവുമോ? മീനൊക്കെ കഴുകി കഷണമാക്കി പിന്നെ 1/2 മണിക്കൂർ കൊണ്ട് തീരുമോ? തീരത്തില്ല. തീരും അല്ലേ? ഉറപ്പാ. 3.5 തരം. എന്നാ ഫാസ്റ്റ് ഫുഡിന്റെ അവിടോട്ട് ചെന്നേ, ഫാസ്റ്റ് ഫുഡുകാരന്റെ അടുക്കലോട്ട് ചെന്നേ, നീ അങ്ങോട്ട് ഓർഡർ ചെയ്യുന്നതിന് മുമ്പേ അവസാനം കൊണ്ട് തരും. ആൻഡ് ദാറ്റ് വിൽ കിൽ യു. നിന്നെ അത് കൊല്ലും. കാര്യം അവൻ അതിനകത്ത് ചേർക്കുന്നതെല്ലാം പ്രോസസ് ഇല്ല. ഇതൊരു പ്രോസസ് ഉണ്ട്. പ്രോസസ്സിൽ കൂടെ അല്ലാതെ വരുന്ന സാധനങ്ങളെല്ലാം നമ്മളെ നശിപ്പിക്കുന്നതാ. There is natural food and there is processed food. That is fast food that will destroy you. We don't know how it is formed. കണ്ടോ, നമ്മുടെ അവന്റെ കിച്ചണൊന്നും നമ്മൾ കാണുന്നില്ല. ഇത് എന്തോ ചെയ്തിരിക്കുന്നു. അവൻ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, മാസങ്ങളോളം ഇരിക്കുന്ന സാധനം. അവന്റെ മസാല എല്ലാം കൂടെ അവന് എടുത്തിട്ട് വരട്ടി നമ്മൾ വീട്ടിൽ വെക്കുന്ന. വീട്ടിൽ പറയും, എന്ത് ഇത് വായി വെക്കാൻ കൊള്ളത്തില്ലെന്നാ പറയുന്നത്. അത് വായി വെക്കാൻ കൊള്ളത്തില്ലെങ്കിൽ നിന്റെ ആരോഗ്യത്തിന് നല്ലതാ. What is cooked at home that goes through a process is definitely more healthier to your body than fast food. അതുകൊണ്ടല്ലേ എന്റെ ഭാര്യ എന്തുണ്ടാക്കി തന്നെ ഞാൻ ഒന്നും പറയാതെ കഴിക്കും. That's why I eat whatever my wife cooks at home. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വിഷമില്ലെന്ന് എനിക്കറിയാം. But at least there's no poison in it. എന്നാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനത്തിനകത്ത് പകുതിയും എന്താണ്? നമ്മൾക്ക് മരണത്തിന് വേണ്ടിയുള്ള ലൈസൻസുകൾ അതിനകത്ത് മുഴുവൻ ഇരിക്കുന്നത്. What you buy from the shop has got a license to our death. ആമേൻ, ഹല്ലേലൂയ. ഒരു പ്രോസസ് ഉണ്ട്. There is a process. ഹല്ലേലൂയ. അതൊരു ബിസിനസ് ആണെങ്കിൽ പോലും ഒരു പ്രോസസ്. കട അങ്ങോട്ട് തുറക്കുന്നതിന് മുമ്പേ കച്ചവടം വരുമോ? ഇല്ല. Even if you want to start a business, there is a process and a time. ഞാൻ ചർച്ച് മിനിസ്ട്രിയുടെ കാര്യം പറയാം. ഈ ചർച്ച് 18 years back ഈ ചർച്ചിനകത്ത് ആരുമില്ലായിരുന്നു. Even in this ministry 18 years ago, there was nobody in this church. ആകപ്പാടെ 3, 4, 5 സൗന്ദര്യമുള്ള ആൾക്കാരെ ഉള്ളായിരുന്നു. 4, 5 beautiful people were there initially. അത് ഞങ്ങൾ 5 പേരാ. And that is our family. അതിനുശേഷം മൊത്തം സൗന്ദര്യമുള്ളതിനെ കർത്താവ് ഇങ്ങോട്ട് അയച്ചു. And then God sent so many beautiful people. എല്ലാത്തിനും പറഞ്ഞേ ഒരു പ്രോസസ് ഉണ്ട്. There is a process. എടുക്കെടുക്കെ ചോറും കറിയും പറഞ്ഞൊന്നും വരത്തില്ല. അതൊക്കെ ഈ ബാലരമ അമർചിത്ര കഥയിലൊക്കെ കാണുന്നതാണ്. Things don't happen so quickly. ഹല്ലേലൂയ. ദൈവം എല്ലാം അതിന്റെ സമയത്ത് ചെയ്യും. God works everything in എന്നിട്ട് ഞാനതാ പറഞ്ഞു, അല്പവിശ്വാസം ഉണ്ടോ ദൈവം നിന്റെ കാര്യത്തിനകത്ത് ഇടപെടുമെന്ന് വിശ്വാസമുണ്ടോ? അത് സമയം കർത്താവ് ചെയ്യും. If you truly believe God will intervene, God will do it. ടൈം എന്ന് പറഞ്ഞാൽ ടൈമിംഗ് ആണ്. ടൈമിംഗ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിംഗ് ഉണ്ട്. അത് സംഭവിക്കും അതിനകത്ത്. There is a timing for everything and it will happen in that time. കർത്താവിന്റെ ആത്മാവ് എന്നോട് പല പ്രാവശ്യങ്ങളായിട്ട് പറഞ്ഞു, ഒന്നിലേക്ക് എടുത്ത് ചാടരുത്. ഡു നോട്ട് റഷ് ഇൻ ടു എനിത്തിങ്. എടുത്ത് ചാടരുത് കർത്താവിനോട് പറയാം. പക്ഷെ പലരും എൻ്റെ കൂടെ ഒക്കെ ഇരിക്കുന്നവർ പ്രാവശ്യം അത് അങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം, 5000 പേർക്ക് ഇരിക്കാവുന്ന ഹോള് പണിയണം. അല്ല, അങ്ങനെ കർത്താവ് എന്നോട് പറയുന്നത് ഡു നോട്ട് റഷ് ഇൻ ടു എനിത്തിങ്. ഒന്നിലേക്ക് എടുത്ത് ചാടരുത്. Holy Spirit always tells me, don't rush into anything. People around me might say, build a hall of 5,000 എനിക്ക് people. തോന്നുന്നില്ല കർത്താവ് ഒരിക്കലും എന്തിലേലും എടുത്ത് ചാടാൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. I don't think God will rush us into anything. പലരും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്, അത് ചെയ്യാം, ഇത് ചെയ്യാം. Many people have advised me, do this, do that. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറയുന്നത് വീട് വെക്കുന്നതിനെ കുറിച്ച്, വെഹിക്കിൾ വാങ്ങിക്കുന്നതിനെ കുറിച്ച് പലർക്കും എന്നോടുള്ള സ്നേഹം കൊണ്ട് പലരും പറയും. People tell me many things about a house and a car and all that. ഇപ്പോഴും എന്റെ വീട്ടിൽ ആരെങ്കിലും വന്നിരിക്കാന്ന് പറയണേ, ഇത് പൊളിക്കണം കേട്ടോ. പൊളിക്കാം. Anybody who comes to my house will say, please demolish ഞാൻ this ഭയങ്കര house. അതിനെ മോഡിഫൈ ചെയ്ത് ബ്യൂട്ടിഫൈ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് എംബലിഷ് ചെയ്ത് ഞാൻ അതിനെ വെച്ചേക്കുക. I have somehow beautified it, decorated it and I have maintained it. 5 രൂപയുടെ കസേര ഇപ്പോഴും അത് ഭംഗിയാക്കി. 5 രൂപ എന്റെ അമ്മ വാങ്ങിച്ച കസേരയാണ്. 5 രൂപയ്ക്ക് ടീക്കിന്റെ അത് ഇപ്പോഴും കളയാതെ വെച്ചേക്കുകയാണ്.
I've still kept the 5 rupee chair that my mother bought years ago. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ വലിയ തമാശക്കാരി. ഇടയ്ക്ക് My wife is very നിങ്ങളെ funny at കാണുന്ന times. പോലൊന്നുമല്ല, ഈ ഇടയ്ക്ക് ഭയങ്കര ജോക്ക് അടിച്ചോളെ. She can crack jokes at times. ഈ പഴയ സാധനം പറക്കാൻ ഒരാൾ വന്ന് വീട്ടിന്റെ അവിടെ നിന്ന് വിളിച്ചു. പഴയ സാധനം ഉണ്ടോ? പഴയ സാധനം A ഉണ്ടോ? scrap guy came to അവിടെ our എന്റെ house. ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങളെ ആരാണ്ട് തിരക്കുന്നെന്ന്. And she's telling me somebody is looking for you. അപ്പൊ പഴയ സാധനം എല്ലാം എടുത്ത് കളയാൻ പറ്റുമോ ഇപ്പം? How can we throw away old things? തമാശ ചിലപ്പോ ഇങ്ങനെ ഭയങ്കര രസകരമായിട്ട് തമാശ വരും. Sometimes she cracks her jokes. ഹല്ലേലൂയ. Hallelujah. അപ്പൊ നമ്മൾ എപ്പോഴും നോക്കിക്കണേ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതിനെ കൊണ്ടു നടക്കാൻ കർത്താവ് നമുക്ക് ഒരു കൃപയും തരും. God also gives us a grace to ഇതിനകത്തെല്ലാം ഒരു പ്രോസസ് ഉണ്ട്. There is a process involved. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ പിള്ളേർ ഇപ്പൊ ഇങ്ങനെ ഓടി നടക്കുക, അവിടെ എല്ലാം കുത്തി വരച്ച് എല്ലാം വൃത്തിയാക്കിയിട്ട് ഇവിടുന്ന് പോകാനൊക്കത്തുള്ളൂ. ഇപ്പൊ നോക്കി, അതൊരു പ്രോസസ്സാ. ഇത് വൃത്തിയാക്കുന്ന ഒരു പ്രോസസ്സാ. മനസ്സിലാക്കിയോ? അപ്പൊ നോക്കിയാണ് ഈ കുഞ്ഞ് ഇപ്പൊ അവനെ ഇട്ടിരിക്കുന്ന അവന്റെ ഷോർട്സിനകത്ത് കിടക്കുന്ന സാധനത്തിന്റെ പേരെന്താ? ഷോർട്സിനകത്ത് എന്തുവാ? പാമ്പർ അല്ലേ? ഡയപ്പർ ഇട്ടിട്ടുണ്ട്. എന്തിനാ ഡയപ്പർ ഇട്ടിരിക്കുന്നത്? ഇപ്പൊ എന്താ പറയുക, അക്സയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞെന്ന് പറയുമ്പം ഡയപ്പർ ഇടണമെന്നുള്ള ആദ്യത്തെ ചിന്ത. As far as Aksa is concerned, she has to ensure that. എന്നാ അനീഷിനെ രാവിലെ കാണുന്ന പറഞ്ഞ ഡയപ്പർ ഇടണമെന്ന് ചിന്ത വരുമോ? വരത്തില്ല. കാര്യം ആ പ്രോസസ്സ് കഴിഞ്ഞു നിൽക്കുന്ന വ്യക്തിയാ. പക്ഷെ എന്നാലും ചില അമ്മമാർക്കുണ്ടല്ലോ, ആ പിള്ളേരല്ലേ ഒന്നുകൂടെ ഒന്ന് ഡയപ്പർ കെട്ടിയാ കൊള്ളാമെന്ന് അങ്ങ് തോന്നും അല്ലേ? അജിത്തിനെ കാണുമ്പോൾ അങ്ങ് തോന്നത്തില്ലേ, ഇവനൊന്ന് ഡയപ്പർ കെട്ടിച്ച് എന്റെ മുമ്പിൽ കൂടെ നടത്തിയ കാര്യം അത് ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ തോന്നുക. പക്ഷെ ആ പ്രോസസ്സ് കഴിഞ്ഞ വ്യക്തികളാ. But adult children have gone out of the process. They've gone out of it. നോക്കിയേ, കർത്താവ് എല്ലാം ഭംഗിയായ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞേ. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നേ, ദൈവം നമ്മുടെ ജീവിതത്തിൽ doing everything beautifully in എല്ലാം in its time God is doing everything beautifully. എല്ലാം ഭയങ്കര സൗന്ദര്യമായിട്ടാ ചെയ്യുന്നത്. Everything is done beautifully in his time by God. So വേഗത എന്ന് പറയുന്ന ഒരു കാര്യം ബൈബിൾ വിവക്ഷിക്കുന്നത് എന്താണ്? അത് ഹറിയല്ല, തിടുക്കമല്ല. വേദപുസ്തകത്തിൽ പറയുന്ന ഈ വേഗത എന്ന് പറയുന്ന വാക്ക്, the word speed has a different meaning in the Bible. ചിലരാണെങ്കിൽ തിടുക്കത്തോടെ റഷ് ചെയ്തിട്ട്, I always say whether your name is Rashmi, you don't rush into anything. രശ്മി എന്നാ നിന്റെ പേരെങ്കിൽ പോലും നീ ഒന്നിനോട്ടോട്ടും റഷ് ചെയ്ത് ഇറങ്ങരുത്. Even if your name is Rashmi, please don't rush into anything. തിടുക്കത്തോട് ചെയ്ത് കുഴപ്പമുണ്ടാക്കിക്കളെ. You rush into something, you will create നിങ്ങൾ trouble. ശ്രദ്ധിച്ചു, ഏത് വേല ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഏത് വേല ചെയ്യുമ്പോഴും അതിൻ്റെതായ സാവകാശത്തിൽ വേണം ചെയ്യാൻ. പെട്ടെന്ന് ഞങ്ങളുടെ മുറിക്കുകയും പിടിക്കുകയും എല്ലാം ചെയ്യും, കൈമുറിയും അല്ലേ? Whatever you do, you must do it gently and take time and do. ദേഷ്യത്തിന്, ഭർത്താവിനോടുള്ള ദേഷ്യത്തിന് ഇത് വെണ്ടയ്ക്ക അരിഞ്ഞത്, അയ്യോ വെണ്ടയ്ക്കായി ഒട്ടും കനമില്ലാത്ത ആ ദേഷ്യം അരിഞ്ഞ് കൈയും മുറിഞ്ഞ്. You are upset with your husband and you cut vegetable and cut your hands. അല്ല, ഈ ഹറിയാകാൻ വേണ്ടി ഇപ്പൊ തന്നെ ചിലർ ചിന്തിച്ചു നോക്കിയോ, ഈ പാസ്റ്ററിന്റെ പ്രസംഗം അപ്പം തീരുമെന്ന. Maybe some of you ഈ think, സർവീസ് അപ്പം തീരാനാ, when is the service going to get him? അത് ചിന്തിച്ചോണ്ടാ ചിലരിക്കുന്നത്. കാര്യം വേഗത, ഇത് കഴിഞ്ഞ എങ്ങോട്ട് പോകണം, ഇത് കഴിഞ്ഞ കാശ്മീരിന് പോകാനാന്നു. You're rushing everything. You want to rush everything. What are you going to do after service? Today I will take my own sweet time. ഞാൻ എൻ്റെ ആ സുന്ദരമായിരിക്കുന്ന ആ സമയം ഞാൻ എടുത്തുകൊണ്ടേ ഞാൻ ശുശ്രൂഷിക്കത്തുള്ളൂ. Today I'm going to take my own sweet time and So minister. the definition of beauty changes as you grow matured. നമ്മുടെ വളർച്ചയ്ക്ക് അനുസൃതമായി നമ്മൾ പക്വതയാകുന്നതിനനുസരിച്ച് ആ ബ്യൂട്ടി എന്ന് പറയുന്ന വാക്കിന് വ്യത്യാസമുണ്ട്, സൗന്ദര്യം എന്നുള്ള വാക്കിന് വ്യത്യാസം ഉണ്ടാകും. As we grow and mature, the definition of beauty changes. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് സൗന്ദര്യമുള്ള ഒരു സഭയെ തന്നിരിക്കുന്നത്. That's why God told me, I've given you a beautiful. ഇവിടെ ERCയിലെ ഇവിടുത്തെ എക്സലൻസ് റിവൈവൽ ചർച്ചിനകത്തെ കപ്പിളുടെ എല്ലാം ശ്രദ്ധിച്ചു ചോദിക്കുക. ഞാൻ ഇവിടെ ഫിലിപ്പച്ചാനും ഓമനമാമ എന്ന് പറയുന്ന കപ്പിൾ എന്തൊരു സൗന്ദര്യമുള്ള കപ്പിള്. Look at all the couples in this church. All are beautiful. അമ്മാമ്മയുടെ ജീവിതത്തിൽ ഇതുവരെ വാട്രോബിൽ നിന്ന് എടുക്കാത്ത പുതിയ സാരി എടുത്ത് ഞായറാഴ്ച കൊടുത്ത് ജാപ്പ് ആം പിടിച്ച ഫിലിപ്പച്ചാൻ ആ പ്ലീറ്റ്സ് എല്ലാം ഇട്ട് കൊടുക്കുന്നത്. എന്തൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള കപ്പിള്. What an understanding couple they are. എന്നുവെച്ചാൽ പാദപീഠത്തിൽ ഇരുന്ന് അതെല്ലാം പിടിച്ച് മേളിന്ന് ഒരൊറ്റ പിടി പിടിച്ച് എല്ലാം ഇട്ട് കൊടുത്തേച്ച് അന്ന് അച്ഛൻ മുണ്ട് കൊടുത്ത് അച്ഛൻ്റെ മുണ്ടിന്റെ പ്ലീറ്റ്സ് ഒരിക്കൽ പോലും പിടിച്ചും കൊടുത്തിട്ടില്ല. രാജാനെ ലീലമാവ് എടുത്തു കഴിഞ്ഞാൽ
എന്തോ രസം. നമ്മുടെ മുമ്പിൽ വാണിയത്തി കളിയാ. വീട്ടിലവര് ചെല്ലെന്ന് പറഞ്ഞ ഭയങ്കര ചാക്കരയും തേനുവാ. നീ ഇല്ലാത്ത ജീവിതം ബാറ്ററി ഇല്ലാത്ത ടോർച്ച് പോലെയാന്നൊക്കെയാ പറയുന്നത്. സജി ബ്രദറിനെ ഷൈനി സിസ്റ്ററിനെ ശ്രദ്ധിച്ചിട്ടില്ല. സജി ബ്രദറിന്റെ മടിയില്ല എപ്പോഴും ഷൈനി സിസ്റ്റർ. ഞാനിതൊക്കെ പറയുന്ന പറഞ്ഞേ ശ്രദ്ധിച്ചു നോക്കണം. രഞ്ജമ്മോൻ ജീനാമേ ശ്രദ്ധിച്ചു നോക്കണം. ആച്ച് ഊച്ച് എന്താ ഭയങ്കര ലാംഗ്വേജ് ഒക്കെ ഇവരടിക്കുന്നത്. ഇനി എടുത്തു പറയേണ്ടതാണ് നമ്മുടെ എന്താ പറയുന്നത് ഡാനി ജോബിനായി. ഓ അത് പറയാൻ വാക്കുകളില്ല. ശ്രദ്ധിച്ച് നോക്കി, ഓരോ കപ്പിളിനെ എടുത്ത് നോക്കി. ഞാൻ എല്ലാവരും പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ജോസ് ബ്രദർ, ശോഭ സിസ്റ്റർ, ഇവർ എല്ലാം നോക്കി. എല്ലാം ഭയങ്കര സൗന്ദര്യമുള്ള കുടുംബങ്ങളാ. We have such beautiful families in the church. രമ സിസ്റ്റർ, മധുവണ്ണൻ ഇനിയിപ്പോ എന്നാന്നെങ്കിലും മധു എന്ന് പറയുമ്പോഴത്തേക്ക് തേനങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. അങ്ങനെ പാവത്തിന്റെ മണ്ടയ്ക്ക് ബൈക്ക് വീണത്. തേനെല്ലാം കൂടെ ഒഴിച്ച് തെന്നിപ്പോയതാ. സൗന്ദര്യമുള്ളവർ. All are beautiful. ഹല്ലേലൂയ. ഈ ദാമ്പത്യം തന്നെ എത്ര സൗന്ദര്യമുള്ളതാക്കി തീർത്തു. God has made marriage so beautiful. ഹല്ലേലൂയ. ഒന്ന് കരം ഉയർത്തി അവിടെ ഇരുന്നൊന്ന് പറഞ്ഞേ, എന്നെ സുന്ദരനാക്കി തീർത്ത എന്റെ കർത്താവേ, ഞാൻ എങ്ങനെ നിനക്ക് നന്ദി പറയാതിരിക്കും. Lord, you have made me beautiful. How can I not thank you? നമ്മുടെ ബിൻസി അവിടെ ഇരുന്നോട്ട് പറയാം, ഞങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, അയ്യോ എന്തോ ഒരു സൗന്ദര്യമാണ്. ബിൻസിയും വിനോദും തമ്മിൽ ഒന്ന് വിളിക്കുമ്പോഴത്തേക്ക് How beautiful Binsi and Vinod brother are. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ എത്ര സൗന്ദര്യം തന്നിരിക്കുന്നത്. How much beauty God has given in our life. ഞാൻ ഒരു കാര്യം പറയട്ടെ, പ്രായം ഏതാണെങ്കിലും എൻജോയ് യുവർ ലൈഫ്. നിന്റെ ജീവിതത്തെ നീ ആസ്വദിക്കുക. No matter what the age is, enjoy your life. ഭാരം പിടിച്ചോണ്ടിരിക്കാതെ ജീവിതത്തെ ആസ്വദിക്കുക. Don't be burdened. Enjoy your life. തക്ക സമയത്ത് ഇപ്പൊ ഇവരൊന്നും നടന്നിട്ടില്ലേ, തക്ക സമയത്ത് കർത്താവ് ഇനിയും സൗന്ദര്യമുള്ളതാക്കി തീർക്കും. At the right time, God will make everything beautiful for you. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറയാ, പാസ്റ്ററാന്നൊന്നും പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആരാണ്ട് പറഞ്ഞു പാസ്റ്ററാന്ന് അറിയില്ലോ. ഒരു കാര്യം ഞാൻ പറയാം, പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഇപ്പൊ സൗന്ദര്യം കൂടിയിട്ടുണ്ടെന്ന്. Somebody told me, Pastor, you're more beautiful than how you were before. അപ്പൊ ആദ്യം അയാൾ എന്നോട് ചോദിച്ചു, തൈര് കുടിച്ചപ്പം ഒഴുകിയതാണോ ഇങ്ങനെന്ന്. He wondered, did you eat curd and did it spill over your beard? നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാ, എന്നെ കാണുമ്പോ തന്നെ ഒരു ഗുമ്മില്ലേ. അതാ നമ്മൾ നമ്മളെ തന്നെ വില ഉള്ളവരായിട്ട് കാണണം. We have to value ourselves. ഓരോ പ്രായത്തിലും ആയിരിക്കുന്ന ഭയങ്കര രസകരമായ കാര്യമാണ്. At ഓരോ പ്രായം age there will be beautiful things. നിങ്ങളുടെ പ്രായം എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതിനകത്ത് ഒരു പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലേ, പക്ഷെ അത് എല്ലാവരെയും കണ്ടില്ല. 33 വയസ്സിലോട്ട് യേശു കൊണ്ട് നിർത്തി. All of us are at the age of 33. Hallelujah. Hallelujah. അന്നേരം നമ്മൾ വെറുതെ അതും ഇതും പറഞ്ഞോണ്ട് പോകരുത്. എത്ര വയസ്സുണ്ട്? 33. കാര്യം യേശു 33 വയസ്സിന് മരിച്ചെങ്കിൽ എനിക്ക് എന്റെ അപ്പുറത്തോട്ട് ചിന്തിക്കാനേ കഴിയത്തില്ല. Jesus died at 33.5 years and I am also 33.5 years. I don't want to retire from anything. I want to restart many things. പല കാര്യങ്ങളും ഞാൻ ഒഴിഞ്ഞു മാറി പോകുകയില്ല. എനിക്ക് കഴിയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇനി ഞാൻ ചെയ്യും. I don't want to retire. I want to restart many things I couldn't do. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും, നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ ആഗ്രഹിക്കണം ഇന്ന് വരെ കഴിയാത്ത കാര്യം ചെയ്യുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ സൗന്ദര്യം തന്നിട്ടുണ്ടത്. Don't be disheartened. God has given you beauty in your life to do whatever you need to do. രഞ്ജൻ പാസ്റ്റർ, വാക്കുകൾക്ക് സൗന്ദര്യം വേണ്ടയോ? We need to have beauty in our words. നമ്മൾ ഈ പറയുന്ന മറ്റുള്ള എല്ലാ സൗന്ദര്യം ഉണ്ടെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ കൊന്നതിന് തുല്യമാണ്. ഓ, ചിലരൊക്കെ വാ തുറന്നു കഴിഞ്ഞാൽ അയ്യോ മരിച്ചാ മതിയോ നമുക്ക് തോന്നും. വാക്കുകൾക്ക് സൗന്ദര്യം വേണം. We need to have beauty. ഞാൻ എപ്പോഴും പറയും, അഭിപ്രായം പറയുന്നതിനകത്ത് തന്നെ ഒരു സൗന്ദര്യം വേണം. Even if you are suggesting എല്ലാവർക്കും something. വ്യത്യസ്തം. മോനെ ഏതാ മോനെ? അവന്റെ ഫ്രണ്ടാണ്. നീ അവന്റെ ഫ്രണ്ട് ഇരിക്കുമ്പോൾ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ അവന്റെ ഫ്രണ്ടാന്ന്. അപ്പൊ അഭിപ്രായം പറയാൻ തുറന്നെ. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ഒരു തമാശ പറഞ്ഞു, എൻജോയ് ചെയ്തു, ചിരിച്ചു അല്ലേ. അതിന് പകരം അവൻ ഇങ്ങോട്ട് വിളിച്ച് ഇയാളാരാ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ. അതോടുകൂടി തീർന്നു. അവന്റെയും പിരിവെട്ടും എന്റെയും പിരിവെട്ടും. എന്റെ മെസ്സേജ് എല്ലാം കൂടെ കാറ്റി പറഞ്ഞങ്ങ് പോവുകയും ചെയ്യും. ശ്രദ്ധിച്ച വാക്കുകൾക്കകത്ത് ഹൗ ടു പ്ലീസ് അതേഴ്സ്, അത് ഭയങ്കര സൗന്ദര്യം അതിനകത്ത്. We need to use our words to please others. Ministers like us, കർത്താവ് എപ്പോഴും തരുന്നൊരു കാര്യമുണ്ട്, ടു പുൾ ദ ക്രൗഡ്. പുൾ പിറ്റ് എന്ന് പറയും. കാര്യം ആ പിറ്റിനകത്ത് കിടക്കുന്നവരെ പൊക്കിയെടുക്കുന്ന ഈ പുൾപിറ്റ്, ഇത് പുൾപിറ്റ് എന്നായി പറയുന്നത് അല്ലേ. കുളിക്കകത്ത് കിടക്കുന്നവരെ പൊക്കിയെടുക്കുന്ന വാക്കുകൾ കൊണ്ടാ. We need to pull people from the pit
through our words. നമ്മൾ പിന്നെ ഗിമ്മിക്സ് ഒക്കെ കാണിച്ച ഇപ്പൊ ആൾക്കാരെ പൊക്കിയെടുക്കാൻ ശ്രമിക്കുക. അതല്ലല്ലോ, വാക്കിനകത്ത്, നിന്റെ മിനിസ്ട്രിക്ക്, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത്, നിന്റെ ആ പദങ്ങൾക്കകത്ത് ഒരു സൗന്ദര്യമുണ്ടെങ്കിൽ മുറിഞ്ഞു കിടക്കുന്നവന്റെ മുറിവുകൾ കെട്ടപ്പെടും. If you have beauty in your words, the wounds are bound up for those who are broken. I just want to remind you everything. എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും എല്ലാം ഭംഗിക്കാണ് കർത്താവ്. Everything happening in our lives is beautiful. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. God's hand is working for us. രണ്ടാമത്തെ കാര്യം ഈ ജീവിതം സൗന്ദര്യമാകുവാൻ വേദപുസ്തകം പറയുന്ന രണ്ടാമത്തെ കാര്യം. What does the Bible talk about making our life യെശയ്യാവ് beautiful? 61-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. Isaiah 61:3. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം വെണ്ണീർ എന്നുള്ള വാക്ക് മലയാളത്തിൽ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ചാരം എന്ന വാക്ക് മലയാളത്തിൽ ഈ ബൈബിളിൽ അങ്ങനെ വന്നിരിക്കുന്നു. POC ഒക്കെ വായിച്ചാൽ ചാരം എന്ന അലങ്കാരമാലയും. ചാരത്തിൽ നിന്ന് എന്തുണ്ടാകും? മതി, അത്ര മതി. ചാരത്തിൽ നിന്ന് ബ്യൂട്ടി ഔട്ട് ഓഫ് ആഷസ് അല്ലേ, ബ്യൂട്ടി ഫോർ ആഷസ് അല്ലേ, അങ്ങനല്ലേ വന്നിരിക്കുന്നത്. അപ്പം ചാരത്തിൽ നിന്ന് എന്താ ഉണ്ടാകുന്നത്? സൗന്ദര്യം വരും. Beauty is coming out of ashes. ബ്യൂട്ടിഫുൾ ലൈഫ് വേണമെങ്കിൽ നിന്റെ ചാരം എടുത്ത് ദൈവത്തിന് കൊടുക്കണം. If you want a beautiful life, hand over your ashes to the Lord. ചാരം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞത്? ലാസ്റ്റ് ഫോം ഓഫ് ബേണിംഗ് അല്ലേ, ആ കത്തി തീർന്നതിന്റെ അവസാനത്തെ രൂപത്തിനെയാണ് ഈ ചാരം എന്ന് വിളിക്കുന്നത്. What is ashes? It is a final form of a burning. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളെല്ലാം എവിടെയെങ്കിലും ഒക്കെ ചാരമായിട്ടുണ്ട്. At some points we've all become ashes. ആമേൻ. ഹല്ലേലൂയ. എവിടെയൊക്കെയോ കത്തി ചാരമായി തീർന്നിട്ടുണ്ട്. Somewhere we burned and become ashes. അത് ചുമന്നുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും സൗന്ദര്യം കാണാൻ പറ്റത്തില്ല. Listen to me. If you're going to carry those ashes, you will നിങ്ങളുടെ not see beauty. ജീവിതത്തിലെ നീറുന്ന പ്രശ്നങ്ങൾ കത്തി അത് ചാരമായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അതുകൊണ്ട് നടക്കരുത്. അത് ദൈവത്തിന്റെ കയ്യിലോട്ട് കൊടുത്തോണം. The burning problems in your life, and if you think that they become ashes, don't carry it around. Hand it over to the Lord. ബിസിനസ് ചെയ്ത് കൈപൊള്ളിയവരില്ലേ? There are people who've done business and burned their hands. സ്നേഹിച്ചിട്ട് തേച്ചിട്ട് പോയി കൈപൊള്ളിയവരില്ലേ? There are people who've loved others and burned their hands. വാക്ക് കേട്ട് ഇറങ്ങിയിട്ട് ആമേൻ ഹല്ലേലൂയ ഒറ്റപ്പെട്ടു പോയി കൈപൊള്ളിയവരില്ലേ? There are people who heard somebody's word and stepped out and became lonely and burned their എന്നാൽ hands. നിന്റെ അകത്ത് ഇത് നീ ചുമന്നുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. But if you're going to carry those ashes in your hands, God is not able to help you. Let God beautify your life. ദൈവം നിന്റെ ജീവിതത്തെ സുന്ദരമാക്കി തീർക്കട്ടെ. Hand over the ashes to the Lord and let God ആ beautify your life. ചാരം എന്ന് പറഞ്ഞാൽ ആ ഹേർട്ട് ദൈവത്തിന് നീ കൈമാറുക. Hand over those hearts to the Lord. അത് വിട്ടുകളയുക. Let go. Let go എന്ന് പറഞ്ഞാൽ അത് പോകാൻ അനുവദിക്കണം. അതും പിടിച്ചോണ്ട് നടക്കരുത്. Don't hang on to it. Let go of it. ഞാൻ ഇങ്ങനെ ഈ ഓരോരുത്തരെ കുറിച്ച് ചിന്തിക്കുന്ന ഉടനെ സൗന്ദര്യമുള്ള സഭ തന്നു എന്ന് പറഞ്ഞ് ആമേൻ ചിന്തിക്കുന്ന ഉടനെ ഓരോ മുഖങ്ങൾ എന്റെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ സൗന്ദര്യം എന്ന് പറയുന്ന ഒരു കാര്യം വലിയ പ്രോസസ്സിലൂടെ സംഭവിക്കുന്ന കാര്യമാണ്. Beauty happens through a process. ചേട്ടത്തിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക. ചേട്ടത്തി 76-ാമത്തെ വയസ്സിലും എത്ര സുന്ദരിയായിട്ടായിരിക്കുന്നു. How beautiful Leela Manti is at the age of 76. ആ ചാരം ചുമന്നുകൊണ്ട് നടന്നൊരു കാലഘട്ടമുണ്ട്. ചാരം ചുമന്ന് കിടന്ന സമയത്തായിരുന്നു ഭാരത്തോട് എന്നോട് സംസാരിച്ചത്. There was a time she was carrying the ashes that എന്നാൽ ആ ചാരം യേശുവിലേക്ക് കൈമാറിയപ്പോൾ തന്റെ ശരീരത്തിനകത്തും തന്റെ ചിന്തകൾക്കകത്തും ബുധനാഴ്ച ദിവസമൊക്കെ ആമേൻ ഹല്ലേലൂയ സെൽ മീറ്റിങ്ങിനകത്ത് ഇരുന്ന് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വാക്കിനകത്ത് സൗന്ദര്യം ഉണ്ടായത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. But as she handed over her ashes to the Lord, her life became beautiful. Even her words became beautiful. എപ്പോൾ ഈ തന്റെ ചാരം ദൈവത്തിന് കൈമാറിയോ താൻ സുന്ദരിയായി മാറാൻ തുടങ്ങി. When she handed over the ashes to the Lord, she became beautiful. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി. And I started smiling. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ സൗന്ദര്യം എങ്ങനെ വർദ്ധിക്കുന്നത്? നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്നത് നിന്റെ ഹേർട്ടുകൾ, നിന്റെ ഭാരങ്ങൾ, നിന്റെ ചാരം കർത്താവിനെ ഏൽപ്പിച്ചാൽ നീ ഫ്രീ ആകും. When you hand over your ashes to the Lord, you will നിന്റെ become free. വിഷയങ്ങൾ കർത്താവിനെ ഭരമേൽപ്പിച്ചാൽ നീ സ്വതന്ത്രനാകും. അർത്ഥം നീ സൗന്ദര്യമുള്ള വ്യക്തിയായി മാറും. When you hand over your problems to the Lord, you become beautiful. And she chose to give her ashes to God. ദൈവത്തിന് ചാരം സമർപ്പിക്കുവാൻ താൻ തീരുമാനമെടുത്തു. And that's how she chose to hand over her ashes to the Lord. ഞാൻ സുമാച്ചിയുടെ പേരിപ്പോ എടുത്തു പറയുന്നതിനകത്ത് വിഷമിക്കൊന്നും ചെയ്യരുത്. സുമാച്ചി എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് പ്രാക്ടീസിന് വരും. എന്നോട് എപ്പോഴും പറയുന്ന 7 മണിക്ക് മുമ്പ് എന്നെ വിടറേ.
She comes for practice every Saturday. She says, leave me before 7. And she lost her husband long back. എത്രയോ നാളുകൾക്ക് മുമ്പ് ഭർത്താവ് നഷ്ടപ്പെട്ടു. Years ago she lost her husband. പക്ഷെ തന്റെ ചാരം ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ തന്റെ എല്ലാ കാര്യത്തിനകത്തും അതിന്റെ ബ്യൂട്ടി പുറത്തു വരാൻ തുടങ്ങി. When she handed over her ashes to the Lord, the beauty began to be revealed in every area. എങ്ങനെ കർത്താവിനെ സ്തുതിക്കാൻ പാട്ടുകളിൽ കൂടി, എങ്ങനെയാണ് ശബ്ദത്തിൽ കൂടി ശബ്ദത്തിന് മാധുര്യമുണ്ടായി സൗന്ദര്യം വർദ്ധിക്കാൻ തുടങ്ങി. How can I praise God with my voice? She handed നമ്മുടെ over to the ജീവിതത്തിനകത്ത് Lord. എല്ലാവരുടെയും ജീവിതത്തിനകത്ത് കത്തി നീറി നിന്ന് ചാരമായ അവസ്ഥകൾ കാണും. പക്ഷെ ആ വ്യക്തി ആ ചാരത്തെ കർത്താവിന് സമർപ്പിച്ചാൽ അവരുടെ ജീവിതത്തിനകത്ത് നിറപടിയായി ഉയർന്നു വരുന്ന അവസ്ഥകൾ ഉണ്ടാകും. Everyone's life will have ashes, but if you hand over to the Lord, you will see beauty in it. ആമേൻ, ഹല്ലേലൂയ. ERCയിൽ ഇരിക്കുന്ന ഒരാൾ പോലും ചാരം ചുമക്കേണ്ടിയവരല്ല. No one in ERC should be carrying ഇന്ന് ഈ ashes. മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചാരമെല്ലാം എടുത്ത് കർത്താവിന് പരമേൽപ്പിച്ചോണം. Even as you hear the message, hand over your ഈ ashes to the Lord. പാലക്കാട്ടും ഈ കുടുംബം വന്നത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് മിനിസ്ട്രിക്കകത്ത് കിടക്കുന്ന ചാരത്തെ, നിങ്ങൾ ചെയ്ത പ്രവർത്തികൾക്കകത്ത് കിടക്കുന്ന ഭാരങ്ങള്, ചാരങ്ങള്, ഹേർട്ടുകള്, ആരുടെയൊക്കെ കൂടെ നിന്നപ്പോൾ ഒന്നും ഒക്കാതെ വന്ന ചാരത്തെ എടുത്ത് കർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. സൗന്ദര്യമുള്ള സുന്ദരമായ വാക്കുകൾക്ക് ആമേൻ ഹല്ലേലൂയ ഒരു തുടക്കം ഇവിടെ നിന്ന് കുറിക്കപ്പെടട്ടെ. Even the family that came from Palakkad, I pray that the ashes that happened in your ministry, you will hand over to the Lord and God will beautify those things. Beautiful words will come out. വഴിയാത്രയിൽ കയറിയതാണ്. Step into the church on the way. നിങ്ങൾ വഴി ചുമ്മാ വെറുതെ പോകുന്നുണ്ടെങ്കിൽ എന്നാ ഇവിടെ കയറിയേക്കാം, അങ്ങനെ കയറിയതാണോ? അല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളെ കയറ്റിയതാണ്. Holy Spirit made you come here. കാര്യം നിങ്ങളുടെ അകത്ത് കട്ട പിടിച്ചു കിടക്കുന്ന ഏതെങ്കിലും ഭാരത്തിന്റെ അംശങ്ങൾ, ചാരത്തിന്റെ അംശങ്ങൾ കിടപ്പുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് തന്റെ സ്നേഹ സ്പർശനത്താൽ അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കി മറിച്ച് നിങ്ങളിൽ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കും. If there are elements of ashes in you precipitated, the Holy Spirit will touch you with His love and make you beautiful. നിങ്ങളുടെ ചാരം കർത്താവിനെ കൊടുത്തിട്ട് അവിടെ ഇരുന്നോണ്ട് പറ, എന്റെ ചാരം ഞാൻ അങ്ങയ്ക്ക് തരുന്നു, എന്നെ ബ്യൂട്ടിഫൈ ചെയ്യണം, എന്നെ സൗന്ദര്യമുള്ള വ്യക്തിയാക്കി തീർക്കണമേ. Tell the Lord, I'm handing over my ashes to you, make me beautiful. ഹല്ലേലൂയ. Hallelujah. ദൈവിക സൗന്ദര്യം വരണമെങ്കിൽ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ഈ ഭാരത്തെ കൊടുക്കണം, ഈ ചാരത്തെ കൊടുക്കണം. To have divine beauty, we must hand over our ashes. പരിശുദ്ധാത്മാവ് എന്നെ ഉണർത്തിച്ച് പറയിപ്പിക്കുകയാണ്, ERCയിലെ ചാരങ്ങളെ യേശു ചുമന്ന് മാറ്റുകയാണ് ഇപ്പോൾ. Holy Spirit is telling me the ashes അത് ഏറ്റെടുത്ത് കർത്താവിന് മഹത്വം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് all glory unto the name of Jesus. Lord, we love you so much. എനിക്ക് ഈ ഭാരം ചുമന്നുകൊണ്ട് നടക്കണ്ട, എന്റെ ഈ ചാരങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. Lord, I don't want to carry these burdens. I want to hand over these ashes to you, Lord. Hallelujah. Hallelujah. മൂന്നാമത്തെ കാര്യം, 1 ക്രോണിക്കൽ 1 ദിനവൃത്താന്തം 16 അധ്യായത്തിന്റെ 29 വാക്യം വായിച്ചു കേൾക്കാം. 1 Chronicle 16:29. കർത്താവിന് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ, കാഴ്ചയുമായി അവന്റെ സന്നിധിയിൽ ചെല്ലുവീൻ, വിശുദ്ധ ഭൂഷണം ധരിച്ചുകൊണ്ട് കർത്താവിനെ നമസ്കരിപ്പി. അത് അവസാനത്തെ വാക്യം എടുക്കണ്ടേ, പക്ഷേ ഈ സാധാരണ ബൈബിളിൽ ഒരു മനസ്സിലാകാത്ത ഭാഷയിലാണ് ഇരിക്കുന്ന. വർഷിപ്പ് ദ ലോർഡ് ഇൻ ദ ബ്യൂട്ടി ഓഫ് ഹിസ് ഹോളിനെസ് എന്ന് വെച്ചാൽ വിശുദ്ധിയുടെ സൗന്ദര്യത്തിൽ കർത്താവിനെ ആരാധിക്കുക എന്ന ആ വാക്ക് വരേണ്ടത്. Worship the Lord in the splendor of His holiness. അപ്പൊ അവന്റെ ബ്യൂട്ടി, അവന്റെ ഹോളിനെസ്സിനകത്തൊരു ബ്യൂട്ടി ഉണ്ട്, അതിനകത്ത് ഇരുന്ന് വേണം നമ്മൾ ആരാധിക്കാൻ. There is a beauty in His holiness and we must worship Him. കർത്താവിന്റെ വിശുദ്ധിക്ക് ഒരു സൗന്ദര്യമുണ്ട്. There is a beauty in God's holiness. കർത്താവിന്റെ വിശുദ്ധിക്ക് ഒരു സൗന്ദര്യം ഉണ്ടെങ്കിൽ ആ സൗന്ദര്യത്തിനകത്ത് ഇരുന്ന് വേണം നമ്മൾ ആരാധിക്കാൻ. And we must worship in that beauty. ഞാൻ പലപ്പോഴും പറയാല്ലേ, ഞാൻ ഭയങ്കര രോഗിയായിരുന്നു, മരിച്ചുപോയ വ്യക്തിയാണ്, മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നൊരു മനുഷ്യനാണ് ഞാൻ. I was a sick person. God raised me from the dead. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ഒത്തിരി പേരുടെ മരണത്തെ നീക്കുവാൻ, രോഗത്തെ മാറ്റുവാൻ കർത്താവിനെ ഉപയോഗിച്ചു. But the Lord used me to heal many. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് ടേസ്റ്റഡ് ഇറ്റ്. ഈ വല്ലായ്മകൾ, ഈ ചാരത്തെ ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് സാധ്യമായി തീർന്നു. Because God let me taste these ashes once. ഞാൻ ഇപ്പോഴും ഒരിക്കൽ കൂടി പറയാണ്, എപ്പോഴാണ് ഈ സൗന്ദര്യം വർദ്ധിക്കുന്നത്? അനുസരണം ഉണ്ടെങ്കിലേ സൗന്ദര്യം വർദ്ധിക്കത്തുള്ളൂ. When you have obedience, this beauty will increase. ഈ സൗന്ദര്യത്തിന് വർധനവ് വരുന്നത് എപ്പോഴും അനുസരണത്തിൽ കൂടിയ. പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. You must hear the word we speak.
കേട്ടില്ലല്ലോ കുഴപ്പം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും ചാരത്തിൽ നിന്ന് ചാരമായിട്ട് വരും. But if you don't hear the word and obey, you will go from ashes to ashes. യേശുവാണ് നന്മയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? Do you believe Jesus is the best blessing? അങ്ങനെയാണ് നമ്മൾ നന്മയിലാണോ തിന്മയിലാണോ നിൽക്കുന്നത്? Are we in goodness or are we in evil? നിങ്ങൾ കേട്ടോണേ, ഈ നന്മയ്ക്കകത്തേക്ക് വന്ന നീ തിന്മയെ കുറിച്ച് ചിന്തിക്കാൻ പോകരുത്. Once you come into goodness, don't even think about evil. അതുകൊണ്ട് പറഞ്ഞ വിശുദ്ധിക്ക് ഒരു സൗന്ദര്യമുണ്ട്. There is beauty in holiness. യേശു വിശുദ്ധനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ മോളെ എക്സാ? Is Jesus അനീഷ് beautiful? സൗന്ദര്യമുള്ള വ്യക്തിയാണ്. യേശു സുന്ദരനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശുവിനെ കണ്ടിട്ടുണ്ടോ? പിന്നെ അങ്ങനെ സൗന്ദര്യമുള്ള വ്യക്തിയാന്ന് അറിഞ്ഞത്? ഇങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. നീണ്ട മുടി, നീണ്ട താടി, പിന്നെ നീളം കുപ്പായം, വെണ്മയും ചുവപ്പുമുള്ള എന്റെ യേശു തമ്പുരാനെ, നിന്നാതേരാം ഇന്നു വന്ന് എന്നെ ഒന്നു ചുംബിക്കട്ടെ, പ്രണയമാണേ എനിക്കു പ്രണയമാണേ, യേശുവേ നിന്നോട് പ്രണയമാണ്, ഇഷ്ക് ഹേ മുझे തുംസെ ഇഷ്ക് ഹേ മുझे, യേശുവാ തുംസെ ഇഷ്ക് ഹേ മുझे, காதல் வந்ததே எனக்கு காதல் வந்ததே, യേശുവേ ഉമ്മോട് കാതൽ വന്നത്. അല്ല, യേശുവിനോടുള്ള സ്നേഹമാണ്. This is all our love towards the Lord. യേശുവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ വേറെ ആരുടെ സ്നേഹിക്കാൻ പറ്റൂ? If you love Jesus, can you love somebody else? We all are in Christ. Amen. Hallelujah. 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 But holiness makes you beautiful, more beautiful. വിശുദ്ധി നിന്നെ കൂടുതൽ സൗന്ദര്യമുള്ള വ്യക്തിയായി തീർക്കും. Holiness makes you more beautiful. Where sin makes you ugly. വേണ്ടാത്ത വർത്താനം പറഞ്ഞ് അന്നേരം തന്നെ കേൾക്കുന്ന ആൾക്കാർ മോഹം ചുളുക്കുന്നുണ്ടല്ലേ, എന്താ ഈ പറയുന്നത്? At the same time, sin makes you ugly. ബ്യൂട്ടിഫൈ ചെയ്യുന്നതല്ല ഈ ഹോളിനെസ് ആണ്. Holiness is what beautifies you. എന്താണ് ഈ ഹോളിനെസ് എന്ന് പറഞ്ഞാൽ? വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? What is holiness? രണ്ടു മൂന്ന് വാക്കുകൾ പറയാം. വിശുദ്ധി എന്ന് പറഞ്ഞാൽ, ഹോളിനെസ് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠിച്ച, ഞാൻ എന്നെ അങ്ങ് പ്രതിഷ്ഠിച്ചിരിക്കുക. What does holiness means? It means first one. എനിക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, യേശു ആകുന്ന വഴി. എനിക്ക് വേറെ ചിന്തിക്കേണ്ട കാര്യം, നീ എന്നാ തിയോളജി പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് യേശുവാന്ന് വഴിയേ ഉള്ളത്. No matter what you say, I have only one way. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കട്ടെ, ബാക്കിയുള്ളവർ വന്നേച്ചു വേറെ വഴികളൊക്കെ. എനിക്കത് കേൾക്കണ്ട, എനിക്കത് അറിയണ്ട. കാര്യം യേശു എന്നോട് പറഞ്ഞു, യോഹന്നാൻ 16:4 പറഞ്ഞു, അനീഹ ഡെറക്, ഞാനാണ് ആ വഴി. No matter what you say, I have only one way, because in John 14, Jesus himself says, I am the way. രണ്ടാമത്തെ വാക്ക് പറഞ്ഞത് അനീഹ എമിസ് അല്ലേ, ഞാനാണ് സത്യം. And the second word is അനീഹ എമിസ്, which means I am the truth. മൂന്നാമത് പറയുന്നതിന് നമ്മളെ ഉറപ്പിക്കുന്ന ഒരു വാക്കാണ് അനീഹ ചൈം, ഞാനാണ് ജീവൻ. And the third one is അനീഹ ചൈം, which means I am life. സത്യവും വഴിയും ജീവനും കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ എന്തിനാണ് നീ ചിന്തിക്കുന്നത്? If you have seen the way, the truth and life, what more do you? ജീസസ്, യേശു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന തൃത്വത്തിന്റെ ആമേൻ ഹല്ലേലൂയ പ്രതി എസൻസ് ആണെങ്കിൽ പോലും ഇവനിനകത്താണ് വഴി, സത്യം, ജീവൻ. In Jesus is a way, truth and life. So for that I am dedicated for him. അവനു വേണ്ടി ഞാൻ പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തിയാണ്. And for him you are dedicated. And I am devoted. Holiness എന്ന് പറഞ്ഞാൽ devoted, സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. The other word for holiness is devoted. അടുത്ത വാക്കാണ് holiness എന്ന് പറഞ്ഞാൽ separated, വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ്. Another word is separated. 2 കൊരിന്ത്യർ 6:14 എഴുതിയിരിക്കുന്നതിൽ നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് മാറിയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വേർതിരിക്കപ്പെട്ട വ്യക്തിയാ. 2 Corinthians 6:14 it talks about വിഗ്രഹങ്ങളും എന്താണ് ബന്ധം, തമ്മിൽ എന്താ ബന്ധം? വിശ്വാസി അവിശ്വാസിയും തമ്മിലുള്ളതിനെ കുറിച്ച് പറയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലായോ, നിന്റെ യാത്ര എന്താണെന്ന് മനസ്സിലായോ, നീ അതിനകത്ത് കാണുന്ന ഗെറ്റ് സെപ്പറേറ്റഡ്, അതിനകത്ത് മാറിയിരിക്കുക. Once you know your way, get separated from everything else. ഹല്ലേലൂയ. ഞാൻ യേശുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണെന്ന് ഇന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഹൃദയം തുറന്ന് പറയണം. ഞാൻ യേശുവിന് വേണ്ടി സെപ്പറേറ്റഡ് ആണ്. ഐ ആം ഡിവോട്ടഡ് ഫോർ ഹിം. ഞാൻ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഡെഡിക്കേറ്റഡ് ആണ്.
I am separated, I'm dedicated, I'm devoted to Jesus. Hallelujah. Hallelujah. So we are a holy ERC, we are a holy congregation. നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്ന ഗ്രേസ് കോൺഗ്രിഗേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തായി we are a holy congregation. വിശുദ്ധിയുടെ കൂട്ടമാണിത്. We are a grace congregation. Beyond that, we are a holy നിങ്ങൾ congregation. ശ്രദ്ധിച്ചു നോക്കി, ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും വ്യക്തിപരമായ പല കാര്യങ്ങൾ കാണുമായിരിക്കാം. പക്ഷെ ഞാൻ നോക്കുന്ന പറഞ്ഞ വിശുദ്ധിയുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നല്ല. Maybe you have personal things, but you are all a holy congregation to me. Hallelujah. 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 And I know that I am a holy man for God. ദൈവത്തിന് വേണ്ടി ആമേൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. And I know that I am separated and made holy for the ministry of the And Lord. Christ has redeemed us. നമ്മളെ ക്രിസ്തു വീണ്ടെടുത്തതാണ്. And we know that Christ has redeemed us. Hallelujah. Hallelujah. ഞാൻ 18 വർഷമായി പ്രസംഗിക്കുന്നു. എന്റെ പ്രസംഗത്തിൽ ഞാൻ ഒരാളെ നോക്കിയിട്ട് പാപിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. I've been preaching for 18 years. I've never looked at anyone and said you are a എനിക്ക് ഒരാളെ പാപിയായി കാണാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ആ പാപി എന്നുള്ള അഭിസംബോധന ഞാൻ ചെയ്യാറില്ല. I can't make anyone a sinner, so I don't address anyone as a sinner. കാരണം യേശു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാ. Because Jesus died for everyone. ആ വ്യക്തിക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം. പക്ഷേ he has died for everyone. ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി യേശു മരിച്ചതാണ്. Whether the person knows or no, I don't know, but Jesus died for every human being on the earth. Praise God. Hallelujah. അതുകൊണ്ട് ഒരാളെ നോക്കി എങ്ങനെയാണ് അവൻ അറിവില്ലാത്തവനായിരിക്കാം, അവയർനെസ് ബോധം ഇല്ലാത്ത വ്യക്തിയായിരിക്കാം, പക്ഷെ അവൻ ഒരിക്കലും പാപി എന്ന് പറയാൻ ഒക്കത്തില്ല. He may be ignorant about his status, but we can never call him as a sinner. ഞാൻ ചോദിക്കട്ടെ, ഈ നെറിയാമോളെ നോക്കിയിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റും ഇവള് പാപിയാന്ന്? Can anyone look at Neriamol and say she's a sinner? അവളെ കാണുമ്പോഴേ നമ്മൾ പറയാം അയ്യോ കുഞ്ഞിന് അവൾക്ക് തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ. We look at her and say only if she knew. കണ്ട അവൾ എന്നെ നോക്കി ചിരിക്കുന്നു. അവക്കറിയാം ഞാൻ എന്തോ വിളിക്കാൻ പോകുന്നു. സുന്ദരി എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. She loves it when I call her Sundari. ഹല്ലേലൂയ. അവക്കറിയാം അവിടെ വല്യമ്മയെ അറിയാം, വല്യപ്പനെ അറിയാം, അപ്പനെ അറിയാം, അമ്മയെ അറിയാം, അവിടെ സിബ്ലിങ്ങിനെ അറിയാം, പിന്നെ റോണി പാസ്റ്ററിനെ അറിയാം. She knows her father, mother, siblings and me. അവക്കറിയാമെന്ന് എങ്ങനെ മനസ്സിലായി? അവിടെ നമ്മളോട് നോക്കി പ്രതികരിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് മനസ്സിലായി. The way she responds. എടാ ഞായറാഴ്ച രാവിലെ നീ ഏതെല്ലാം പഠിക്കും വേണ്ടി നീ എങ്ങനെയും കഷ്ടപ്പെട്ട് അന്ന് ഇതിനകത്ത് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നീ പാപിയല്ല, നീ ദൈവത്തെ ആരാധിക്കുവാൻ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ദൈവത്തിന്റെ കുഞ്ഞാ. This Sunday morning you have stepped into this place. You are a child of God called to worship the Lord. Hallelujah. Hallelujah. For that I say this is a holy congregation. That's why I said this is a holy congregation. Hallelujah. കർത്താവിന്റെ നീതി നമുക്ക് തന്നതുകൊണ്ട്. Because God has given us his righteousness. ആമേൻ. ഒന്നാമത്തെ കാര്യം പൊസിഷണൽ ഹോളിനെസ്. പൊസിഷണൽ ഹോളിനെസ്. ഹോളിനെസ്സിനകത്ത് രണ്ട് കാര്യങ്ങൾ. ഒന്ന് പൊസിഷൻ, നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. The first one is positional holiness, where എന്ന് God has പറഞ്ഞാൽ positioned us. ആ വിശുദ്ധിയിലേക്ക് നമ്മളെ ആക്കിയിരിക്കുകയാണ്. Because he's positioned us into his holiness. അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തു നമ്മുടെ പാപം ഏറ്റെടുത്തത് കൊണ്ട്, കർത്താവിന്റെ നീതി നമുക്ക് തന്നത് കൊണ്ട്, പൊസിഷനലി God has made us holy. ദൈവം നമ്മളെ ക്രിസ്തുവിൽ വീണ്ടെടുത്തത് കൊണ്ട് ദൈവം നമ്മളെ വിശുദ്ധരാക്കി. Because God has redeemed us in Christ and given us his righteousness, our position is in his holiness. ഈ ചിലര് പറയും ഉപവസിച്ചിട്ട് എന്തിനാ ഉപവസിച്ചത്? Some people say that because I fast. 365 ദിവസം ഉണ്ടെങ്കിൽ 40 ദിവസം വെച്ച വർഷത്തിന്റെ എല്ലാ ദിവസവും ഉപവസിക്കുക, പക്ഷെ സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ല. You are fasting almost every other day, no change in your character. കുടലുണക്കുന്നതല്ലാതെ ആഹാരം അകത്തോട്ട് ചെല്ലുന്നതല്ലാണ്ട് ഈ ഫാസ്റ്റ് എന്നുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന 4 വാക്കുകൾ FAST. ഫാസ്റ്റ്. If you are not aware, I will explain what fast is. FAST is all about. ഒന്നാമത്തെ F stands for faithfulness. Faithfulness. F is for faithfulness. വിശ്വസ്തനായിരിക്കുക. ഒന്നാമത്തെ F stands for faithfulness. ആ ചോദ്യം എങ്ങനെയാണ്? Are you faithful? You must ask yourself before you fast. Are you Am I faithful? ഞാൻ വിശ്വസ്തനാണോ? Am I faithful? ഭയങ്കര ഉപവാസമൊക്കെ, ഭയങ്കര ഉപവാസം. എല്ലാ ആഴ്ചയിലും 3 ദിവസം ഉപവസിക്കും. Every other day you're fasting, but are you faithful? കൊട വെക്കുന്നിടത്ത് വടി വെക്കത്തില്ല. But you are not at all faithful. വരാന്ന് പറഞ്ഞാൽ വരത്തില്ല. You say you will come, you won't ചെയ്യാന്ന് come. പറഞ്ഞാൽ ചെയ്യത്തില്ല. You say you will do, you won't do. അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര സൗണ്ട് മാറും.
You said, Pastor Ray, all that. ഞാനുണ്ട്. I am there with you. അത് പറഞ്ഞിട്ട് അതുവഴി പോയി, പിന്നില്ല ആള്. You don't keep up your word. വാക്കുകൾ നോക്കിയോ, വാക്കല്ല അത് പിന്നെ കൈയും കാലും മാറ്റാൻ പറ്റുമെന്ന് ഒരാൾ എന്നോട് ചോദിക്കുക. You keep changing your word. നമ്മൾ പറഞ്ഞ വാക്കല്ലേ മാറ്റാൻ പറ്റൂ. ബ്രദറെ വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ ബ്രദർ പറഞ്ഞ് അത് ഒത്തില്ല അതുകൊണ്ട് എന്നാലും അങ്ങനല്ലേ താങ്കൾ പറഞ്ഞ വാക്ക് പറഞ്ഞല്ലേ, വാക്ക് പറഞ്ഞ ഓക്കെയാ, വാക്കല്ലേ മാറ്റാൻ പറ്റൂന്ന്. You don't keep up your word. Am I faithful? ഞാൻ ഫെയ്ത്ത്ഫുൾ ആണോ? Am I faithful? നമ്മളോട് തന്നെ ചോദിച്ചു. Ask yourself. രണ്ടാമത്തെ വാക്ക് A stands for availability. Second word, A stands for availability. നമ്മളോട് തന്നെ ചോദിച്ചേ, am I available? ഞാൻ ലഭ്യനാണോ? മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ലഭ്യനാണോ? Am I available to others and to the Lord? നമ്മൾ കണ്ടില്ലേ, you find excuses not to go for the fellowship. മീറ്റിങ്ങുകളിൽ സംബന്ധിക്കാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തുക. You are finding excuses. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോ ഒരു പല്ലി ഇങ്ങനെ ഓടുന്നു കണ്ടു. അപ്പൊ കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, ഇനി മേലല്ല വീട്ടിൽ പോയില്ല. പിന്നെ എന്തൊരു കാര്യമാ. You find all silly excuses to avoid meetings. പാസ്റ്ററെ, ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോ ആ മുമ്പിലത്തെ മുറിയുടെ കട്ടന്റെ അവിടെ നിന്ന് പുറയിലത്തെ മുറിയുടെ കട്ടന്റെ അവിടോട്ട് ഇങ്ങനെ ഒരു വരത്തുപോക്ക് കണ്ടെന്ന്. വരത്തുപോക്ക്. എന്റെ ദൈവമേ, ആരോ നിന്റെ മനസ്സിനെ മയക്കിക്കളഞ്ഞതാ. Somebody has blinded you. You are finding excuses not to attend the fellowship of godly people. ദൈവ മനുഷ്യർ കൂടി വരുന്നിടത്ത് വരാതിരിക്കുവാൻ, നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുവാൻ നീ കണ്ടെത്തുന്ന ഓരോ കാര്യങ്ങളാ. These are all the excuses you find for yourself. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കണം, നമ്മൾ ഏറ്റ കാര്യത്തിനകത്ത് അവൈലബിൾ ആയോ? Are we available in things that you're responsible for? അവൈലബിലിറ്റി വലിയൊരു വിഷയമാണ്. ഒത്തിരി കാര്യം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി ആൾക്കാർ. People are expecting. എക്സ്പെക്ട് ചെയ്യത്തില്ലേ? അല്ലേ? ഞാനും കാണും കേട്ടോ, ഉറപ്പാ കേട്ടോ, ഞാൻ കാണും കേട്ടോ എന്ന് പറയുമ്പം മറ്റേ ആൾക്കാര് പലരും പല കാര്യം ചെയ്യേണ്ടിയായിരുന്നു, അവർ ചെയ്യത്തില്ല. കാര്യം അയാളല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ഡാനിയ ഇവിടെ വന്നെല്ലാം ക്ലീൻ ചെയ്യുന്നത്. ഉറപ്പച്ച ഞാൻ കണ്ടിരിക്കും, എന്നിട്ട് വന്നില്ല എന്ത് ചെയ്യും? ആരും കാണത്തില്ല ചെയ്യാൻ. അപ്പൊ അവൈലബിൾ ആണോ നമ്മൾ? Are we available? മൂന്നാമത്തെ വാക്കാണ് S stands for submission. സബ്മിഷൻ, കീഴ്പ്പെടുക. ഭയങ്കര പണിയുള്ളൊരു കാര്യമാണ് കീഴ്പ്പെടുക എന്നുള്ളത്. Very hard to submit. ഇന്നലെ ഒരു അച്ഛൻ എന്നോട് സംസാരിക്കുകയായിരുന്നു. ശുശ്രൂഷയ്ക്കകത്ത് മുകളിലാക്കിയിരിക്കുന്നവരെ കേൾക്കാത്ത ഒറ്റ വ്യക്തിയും രക്ഷപ്പെട്ട് കണ്ടിട്ടില്ല എന്നോട് പറയായിരുന്നു. എന്നിട്ട് അദ്ദേഹം എന്നെ എടുത്ത് കാണിക്കുക. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആളിങ്ങനെ പറയുന്നത്. IPC ചർച്ചിൽ പോകുന്ന ഒരാളാണ് പറയാ, റോമർ 13 പ്രകാരം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്ര മനുഷ്യൻ അയാൾക്ക് അത്ര ക്ലിക്കായല്ലോ. റോമൻസ് 14, അക്കോർഡിംഗ് ടു റോമൻസ് 14, ശുശ്രൂഷയ്ക്കകത്ത് താന്തോന്നികൾ എതിർത്ത് നിൽക്കുന്നവർ ഒരിക്കലും ഉയർന്നു വരത്തില്ല. Yesterday I happened to speak to an elderly person who told me nobody who can't submit to spiritual authority. അതൊരു പള്ളിയിലെ അച്ഛനായാലും അതുകൊണ്ടാണ് പറഞ്ഞത് ആവശ്യമില്ലാത്തടത്തൊന്നും കയറി അഭിപ്രായം പറയാൻ പോകരുത്. Even if it is a priest from a traditional church. അവരും ഈ ദൈവിക ശുശ്രൂഷയ്ക്ക് ഇറങ്ങി നിൽക്കുന്നവർ, അവരെ ഒന്നും നമ്മൾ ഗോവ വിളിക്കേണ്ട വാഗ്വാദനത്തൊന്നും പോണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ജോലിയാണ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, എല്ലാ അധികാരങ്ങളും ദൈവത്താലുള്ളതാണ്. റോമൻസ് 13 എന്ന് വായിച്ചേ. 13 അധ്യായം. എല്ലാ അധികാരങ്ങളും എങ്ങനെയുള്ളതാണ്? All authorities are God given. കണ്ടോ, ഉള്ള അധികാരങ്ങളെല്ലാം എങ്ങനെ വരുന്നത്? അല്ലാതെ ഇത് വരത്തില്ല. Without God it doesn't happen. To be submissive, കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അനുഗ്രഹമാണ്. It is a blessing to be submissive. അല്ലാതെ ആ മുകളിൽ ആക്കി വെച്ചിരിക്കുന്നവന്റെ രീതിയും ശൈലിയും ഒന്നും അല്ല ശ്രദ്ധിക്കേണ്ടത്. ദൈവം എനിക്ക് മുകളിൽ ആക്കി വെച്ചിരിക്കുന്നത് ബോധ്യപ്പെട്ടാൽ മതി. If you know that person is kept above you. ഈ you. പ്രായത്തിന്റെ ഒക്കെ പ്രശ്നം വരുന്നത്, പുള്ളിക്ക് എന്നാ പ്രായമുണ്ട്, എനിക്ക് അതിനേക്കാളും കൂടുതൽ പ്രായമുണ്ട്, ഞാനല്ലേ, എനിക്ക് എന്തോ ഒരു ലോകപരിചയമാണ്, വല്ല ഗുണമുണ്ട്, ദൈവം ആക്കി വെച്ചതാ. You may think that you're older than the person. നമുക്ക് ആ ചോരത്തെളുപ്പം കൊണ്ടും നമ്മുടെ ആ അറിവില്ലായ്മ കൊണ്ടൊക്കെ നമുക്ക് പോയി 2 വാക്ക് ചോദിക്കാനും തർക്കിക്കാനും ഇപ്പൊ ഡിബേറ്റ് ചെയ്ത് പാസ്റ്ററിനെ മുട്ടുകുത്തിക്കാനൊക്കെ നമുക്കങ്ങ് തോന്നും. You might have the tendency to debate and argue with the pastor. Never do. Be submissive. മൂന്നാമത്തെ വാക്കാണ് സബ്മിഷന്, കീഴ്പ്പെട്ടിരിക്കുക.
Be submissive. ദൈവം ഒരു ദിവസം അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. നിങ്ങളുടെ സൗന്ദര്യമുള്ള ജീവിതത്തെ കളയാതിരിക്കുക. One day God will do the right things. ഹല്ലേലൂയ. നാലാമത്തെ വാക്കാണ് T. T stands for teachable. പഠിപ്പിക്കുമ്പം പഠിക്കാനുള്ള ഉത്സാഹം കാണിക്കണം. You must be ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇങ്ങനെ ചോദിച്ച കുറെ പേർക്ക് അറിയാവുന്നവർ പറയാതിരിക്കുക, അറിയാൻ വയ്യാത്തവർ പറയുക. ചില വാക്കുകൾ കയറി വരും. ഒരു വാക്കിങ്ങനെ പറയണം. ഞാനൊരു വാക്ക് പറയാം, ബാക്കി വാക്ക് അറിയാവുന്നവർ പറയല്ലേ, അറിയാൻ വയ്യാത്തവർ പറയട്ടെ. അറിയാൻ വയ്യാത്തവരെ നോക്കി ഞാൻ വിളിച്ചോളാം. ഒരു വാക്ക് പറയുന്നതിന്റെ ബാക്കി പറയണം മോളി സിസ്റ്ററെ, കേട്ടോ. ഞാനൊരു വാക്ക് പറയുമ്പോൾ അതിന്റെ ബാക്കി പറയണം. ഒരു കാലത്തും ബാക്കി പറ, കോണം പിടിക്കത്തില്ലെന്ന്. ഈ സഹോദരങ്ങൾ ഇന്ന് വന്നല്ലേ, അവരോട് ചോദിക്കാം, പറഞ്ഞ സിസ്റ്ററെ ഒരു കാലത്തും, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം, യു കാൺട്ട് സ്പീക്ക്, യു ക്യാൻ സ്പീക്ക്, ക്യാൻ യു സ്പീക്ക്, ഒരു കാലത്തും രക്ഷപ്പെടത്തില്ലെന്ന്. അതൊന്ന് പറഞ്ഞു കൊടുക്കണേ. ഒരു കാലത്തും, നിനക്കറിയാമല്ലേ, അതാ മിണ്ടായിരിക്കുന്നത്. ഞാൻ എന്തുവാ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഒരു കാലത്തും മറ്റേ കാലെത്തത്തില്ലെന്ന. നിങ്ങൾ ആവശ്യമില്ലാത്തത് ചിന്തിച്ചുകൂട്ടി ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ യു പ്ലീസ് അലോ മീ ടു കംപ്ലീറ്റ് ദാറ്റ്. എപ്പോഴും ഇങ്ങനെ വാക്കേ പിടിക്കും. ഞാൻ പറയും വാക്കേ പിടിക്കാൻ പോകരുതേ. Don't hold on to words. വാക്ക് കേട്ടിട്ട് വാക്കേ പിടിച്ചു, Don't assume things and പിന്നെ hold on അങ്ങ് to words. എക്സ്പ്ലോഷന് പൊട്ടി തോറിച്ചു. Don't assume things and hold on to my words and come against me. അത് മുഴുവനും കോപ്പി അടിക്കുക കേട്ടോ. ഫിലിപ്പിച്ചാണ്ടിരുന്ന് അതിനകത്തോട്ട് നോക്കി പരീക്ഷയ്ക്ക് എഴുതുന്ന പോലെ ഇപ്പോഴും കോപ്പി അടി നിർത്തിയിട്ടില്ല. ഒരു കാലത്തും. ഉടനെ നമ്മുടെ ടെൻഡൻസി എന്താ? ഓ, മുടിയാനൊക്കെ ഉണ്ട്. അല്ല, ബാക്കി പറയട്ടെ, മറ്റേ കാലം എത്തത്തില്ലെന്ന്. അവന്റെ കിളി പോയി. ഹല്ലേലൂയ. ടീച്ചബിൾ ആയിരിക്കണം. Be teachable. പഠിപ്പിക്കുമ്പോൾ പഠിക്കാനുള്ള ഉത്സാഹം കാണിക്കണം. കാര്യം പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഈ മോനോട് ചോദിക്കല്ലേ, നിന്റെ പേരെന്തുവാ? ജെഫ്രി അല്ലേ? ജെഫ്രി. ആർക്കും ഇടാത്ത പേര്. എവിടെ ഇരുന്നായിരുന്നു? സ്കൂളൊന്നും അല്ലേ? എന്തോ നിന്റെ കയ്യിലെല്ലാം അവിടെ കുത്തി വരച്ച് വെച്ചാൽ കേൾക്കുന്നത് മൊത്തം മ്യൂസിക്കാന്നോ? ആ, അപ്പൊ ഞാൻ നിന്നോട് ചോദിക്കാം, വേർ ഡസ് ദ സൺറൈസ്? നീ ചിരിക്കുവാന്നോ അതോ എന്തോലും പറയുവാന്നോ? ഈസ്റ്റ് അല്ലേ? മിടുക്ക, നീ എഴുന്നേറ്റ് വാ. പടച്ചോനെ കാത്തോണേ. ഇവൻ പറഞ്ഞ ഉത്തരം എന്താ? ആകാശ് പറഞ്ഞത്. ഇവൻ പറഞ്ഞ ഉത്തരം കറക്റ്റാന്നോ? നീ എൻ്റെ കൂടെ ഇരുന്ന് കേട്ടതല്ലേ? അത് പറ. പോയിരുന്നു അവനെ. എഫ്രി പറഞ്ഞത് ഈസ്റ്റ് എന്നാ പറയാ. ബ്രദർ വാട്ട് യു സേ? എന്താ പറയുന്നു? വേർ ഡസ് ദ സൺറൈസ്? മോനോട് ചോദിക്കട്ടെ. അവനാ ഇപ്പൊ പഠിച്ചേച്ച് അങ്ങോട്ടിരിക്കല്ലേ, അപ്പൊ അവനറിയാമല്ലോ. ഓ പറയാടാ, നിനക്ക് ഞാൻ തൊപ്പിയില്ലല്ലോടാ തരാൻ നിനക്ക്. എലമെന്ററി പഠനങ്ങളുണ്ട്. Elementary level of learning. പ്രാഥമികമായി നമ്മൾ പഠിക്കുന്ന ചില സാധനമുണ്ട്. അതാ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചത്. സൺറൈസസ് ഇൻ ദി ഈസ്റ്റ്, കിഴക്കാണ്. At the elementary level we've learned sunrises 7ാം in ക്ലാസ്സിലോട്ട് the east. വരുമ്പോൾ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ, ഈ എന്താ പറയുന്നത്, എന്താ പറയുന്നത്, Solar system. സോളാർ, അല്ല മലയാളത്തിൽ എന്താ പറയുന്നത്? ആ പറഞ്ഞു തന്നെ. അപ്പോൾ സൂര്യൻ ഒരിടത്ത് നിൽക്കുന്നത്, ബാക്കി പുള്ളികളല്ലേ ഇതിന് ചുറ്റും കിടന്ന് കറങ്ങുക എന്ന് പറയുമ്പം സൺറൈസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്നല്ലേ പഠിച്ചിട്ടുള്ളതല്ലേ? പക്ഷെ അറിയാതെ എന്താ പറയും, ഇതാണ് നമ്മുടെ ബേസിക് എലമെന്ററി പ്രാഥമികമായി പഠിച്ച കാര്യങ്ങൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും. We hold on to our elementary level. അവിടെ നമ്മൾ പറയും, അപ്പം പറയും, ആര് പറഞ്ഞു? ഞാൻ അങ്ങനല്ലേ പറഞ്ഞു, എനിക്ക് 5 മാർക്ക് 1ാം ക്ലാസ്സിൽ കിട്ടിയതാന്ന് ഈസ്റ്റ് എന്ന് എഴുതിയപ്പോ. യു മേ ഹോൾഡ് ഓൺ ടു ദാറ്റ്. അറിയാതെ പിടിച്ചോണ്ട് നിൽക്കും, എനിക്ക് മാർക്ക് കിട്ടിയത്. ഇയാളെ പാസ്റ്റർ അല്ലേ? അന്ന് എനിക്കറിയാം, അയാള് ബൈബിൾ കോളേജിന്റെ തിണ്ണെ പോലും പോയിട്ടുള്ളതല്ല. അയാൾക്ക് വേദം എന്നാ അറിയത്? അങ്ങനെ പാസ്റ്ററിനെ കുറ്റം പറയാൻ തുടങ്ങും. Not knowing that what you really need to upgrade yourself, you begin to blame the pastor and you don't become teachable. സോളാർ സിസ്റ്റം കാണാൻ വരെ ഞാൻ പോയിട്ടുണ്ടെന്ന് നേരാ പറയുന്നത്. നമ്മുടെ പല ഒന്ന് അടുത്തിരിക്കുന്നുണ്ട്, നമ്മുടെ പല അറിവുകളും തെറ്റായിരിക്കും. Most of our knowledges may not be right. കാര്യം നിങ്ങൾ ഞാൻ ഇത് ശ്രദ്ധിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ.
10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ വന്നു. 10 പേരുടെയും കുഷ്ഠം സൗഖ്യം. 10 lepers were healed who came 10 to പേരും പോയി. Jesus. മെജോറിറ്റി ആൾക്കാർ ചിന്തിക്കാത്ത ചിന്ത ഒരുതിന് തോന്നി. But one person had a യു ടെൽ different മീ, thought. ആരാണ് ഇതിനകത്ത് ശരി? മെജോറിറ്റി പറയുന്നതാണോ ശരി, ഈ ഒരുത്തൻ പറയുന്നതാണോ ശരി? Who was right, the majority or this one നമ്മൾ person? പലപ്പോഴും ചെയ്യുന്നതാണ്, ആൾക്കാർ കൂടുതൽ എന്ത് പറയുന്നു അതേ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ. We believe what the crowd says. 12 പേര് ബോട്ടേ ഇരിക്കുകയാണ്. യേശു നടന്നു വരുന്ന കണ്ടപ്പോ പത്രോസ് പറഞ്ഞു ഞാനും വരുവാന്ന് പറഞ്ഞു. 11 പേരും ബോട്ടേ ഇരിക്കുക, ഒരുത്തൻ ധൈര്യത്തോടെ വെള്ളത്തിലിറങ്ങി. Out of the 12 disciples, only Peter dared to walk on മെജോറിറ്റി the water. പറയുന്നത് കേട്ടാൽ നീ റെവലേഷന് കിട്ടത്തില്ല, If you നിന്റെ go അകത്ത് by വെളിപ്പാട് majority, വരത്തില്ല. you won't get revelation. നീ വ്യത്യസ്തനാണ്. ദൈവത്തിന്റെ different. ആത്മാവ് നിന്നെ വ്യത്യസ്തമാക്കി നിർത്തുന്നതാണ്. The Holy Spirit has ആരും made you പറയാത്ത കാര്യങ്ങൾ different. നീ പറയും. കാരണം നിന്റെ അകത്ത് ആമേൻ ഒരു വെളിപ്പാട് ഉണ്ടായിട്ടുണ്ട്. Because there is a revelation that is in you, you will speak something different. അതിനെ ടീച്ചബിൾ എന്ന് പറയുന്നത് ഞാൻ പഠിക്കാൻ എന്നെ തന്നെ സമർപ്പിക്കണം, എനിക്ക് പഠിച്ചേ ഒക്കത്തുള്ളൂ. That's why you must become teachable. ഹല്ലേലൂയ. ടീച്ച് ചെയ്യണമെങ്കിൽ ആര് വേണം? ടീച്ചർ വേണ്ടയോ? You need a teacher to learn. എഫേസ്യർ 4:11 പറയുന്ന അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകരായും ചിലരെ പാസ്റ്റർ ഇടയന്മാരായിട്ടും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും. Ephesians 4:11 we have pastors, apostles, evangelists and teachers. ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. 5-fold മിനിസ്ട്രി എന്ന് പറയും. 5 തരത്തിലുള്ള ദൈവിക That's why we have the ശുശ്രൂഷ. 5-fold ministry. എല്ലാവർക്കും കാണാമോ? എന്റെ കൈ കാണാമോ? നിങ്ങളുടെ എല്ലാം കൈ ഒന്ന് ഈ റൈറ്റ് ഹാൻഡ് ഈ പാം ഒന്ന് ഉയർത്തിയിട്ട് നോക്കിക്കേ. എല്ലാത്തിനും ഒരേ സൈസാണോ? Is everything of the same എല്ലാത്തിനും ഒരേ size? നീളമാണോ? അല്ല. ഇങ്ങനെ ആ ശുശ്രൂഷ നിൽക്കുന്നത് അല്ലേ? This is our ministry. എന്നാൽ എല്ലാവർക്കും ഒരേ നീളം വരും. Everyone will മോന് come. വരുത്താമോ? ഈ നിന്റെ ഈ ഫിംഗറിനെല്ലാം കൂടെ ഒരേ നീളമാക്കാമോ? അവൻ പറയാം എന്നെ വിട്ടുപിടിക്കാൻ. വേറൊരാളെ അവനെ ആകാശനെ പിടിക്കാൻ. ഒരു നീളം ഇത് ഈ ഒരു നീളമാകാൻ ഒറ്റ പരിപാടിയേ ഉള്ളൂ, ഒന്ന് വളഞ്ഞാ മതി. കേട്ടാ സിസ്റ്റർ നോക്കുന്നുണ്ട്, കറക്റ്റ് അല്ലേ? സ്വന്തം കയ്യിലിരുന്ന ഇതുവരെ യു ആർ സീയിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? വളയത്തില്ല. If you ഞാൻ bend, പിടിച്ച മുയലിനാണ് 5 everything കൊമ്പ്. will come to same. ഒന്ന് വളഞ്ഞാൽ The problem is we don't want to bend. We want to എത്ര prove സുന്ദരം ourselves എന്നറിയാം. right. മൊത്തം വളയ്ക്കണ്ട, ഇങ്ങനെ ഒന്ന് വളഞ്ഞു തുടങ്ങുമ്പോഴേ നീളം ഒന്നാകും. The ഇനി നിങ്ങൾ moment you നോക്കിക്കോണേ, begin to bend, ഈ 5-fold മിനിസ്ട്രിക്കകത്തെ മറ്റൊരു കാര്യം, ഇത് വളയു മാത്രമല്ല, ഇതൊന്ന് ചുരുട്ടി പിടിച്ചാൽ ഇതിന്റെ പേര് ഫിസ്റ്റ് എന്നാ. after bending, we hold it മുഷ്ടി tight. എന്ന് പറയും. This ഈ will become a fist. മുഷ്ടിയെ തകർക്കാൻ പറ്റത്തില്ല. Nobody നീ can തന്നെ break നിന്ന this. നിന്റെ വിരൽ ഒടിച്ച് ഊരക്കളയും. നീ വലിയ ടീച്ചറാന്ന് പറഞ്ഞാൽ തന്നെ നിന്ന ഒടിച്ച് ഊരക്കളയും. പക്ഷെ വെൻ യു കം ടുഗദർ, ദ ചർച്ച് എന്ന് പറയുന്നതാണ് കോൺഗ്രിഗേഷനകത്ത് വിഭിന്ന അഭിപ്രായത്തിൽ വി ഓൾ കം ടുഗദർ. സൗന്ദര്യം വർദ്ധിക്കണമെന്ന് നീ ഒരുമിച്ച് നിന്നാൽ നിന്നെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. If you stand together as a fist, nobody can destroy you. That is church. നമ്മളെ ഒരു അപ്പച്ചൻ 5 ആൺപിള്ളേരാണ്, മരിക്കാൻ കിടക്കുക അപ്പച്ചൻ. അപ്പച്ചൻ പറഞ്ഞു ആൺപിള്ളേരെ എല്ലാം വിളിച്ചേച്ച് പറഞ്ഞു മോനെ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. എല്ലാവരും അവിടെ ചെന്നു. എന്നിട്ട് അവിടെ കുറെ കമ്പുകൾ ഇരിപ്പുണ്ടായിരുന്നു, നമ്മുടെ ഓടാൻ പോകാൻ നേരത്ത് ഉപയോഗിക്കുന്ന കമ്പില്ലേ, ആ കമ്പുകൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ കമ്പ് പറഞ്ഞ മൂത്ത മോനോട് പറഞ്ഞു ഒരു കമ്പ് എടുത്ത് ഓടിക്കാൻ പറഞ്ഞു. അവന് ക്രിക്ക് എന്ന് വെച്ചപ്പോൾ ഒടിഞ്ഞു പോയി. രണ്ടാമത്തവനോട് അടുത്ത കമ്പ് എടുത്ത് എല്ലാം ഓടിച്ചു. 5 പേരും ഓരോ കമ്പ് വെച്ച് ഓടിച്ചു. എന്നിട്ട് ഒരു ബണ്ടിൽ കമ്പുകളെല്ലാം കൂടെ ഒരു ബണ്ടിലായിട്ടിരിക്കുന്നത് മോനോട് പറഞ്ഞു അതെടുത്ത് ഓടിക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു പറ്റത്തില്ല, പറഞ്ഞു സോ ഹാർഡ്, ഭയങ്കര സ്ട്രെങ്ത് ആണെന്ന് പറഞ്ഞു. 5 പേർക്കും കൊടുത്ത് 5 പേർക്ക് ഓടിക്കാൻ പറ്റില്ല. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു നിങ്ങൾ സഹോദരങ്ങൾ തന്നെ നിന്നാൽ ആർക്കും നിങ്ങളെ ആക്രമിക്കാം, പക്ഷെ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ചർച്ച് എന്ന് പറയുന്നത്, സഭ എന്ന് പറയുന്നത് പൊരുത്തക്കേടിന്റെ ആശയമല്ല വരേണ്ടത്, ചേർന്ന് നിൽക്കുക. ഇപ്പൊ യുദ്ധം ഉണ്ടായ സമയത്ത് കണ്ടില്ലേ, ആർമി നേവി എല്ലാം കൂടെ കണ്ട ചേർന്ന് നിൽക്കുന്നുണ്ടല്ലേ. Once there was a grandfather who was about to die, called all his sons and said, gave them a stick and asked them each one to break, and they easily broke the stick. But then finally he gave them a bundle and asked them to break. They couldn't. And then he said, if you stand alone, you can easily be broken. If you stand together, no one can break you. We saw that in the war when the army, navy and air force, everyone stood together. We could fight the battle. ഒന്നുകൂടെ വിരലൊന്ന് കാണിച്ചേ, Show all your fingers. ഒന്ന് വളച്ചു പിടിച്ചേ, Bend it. ഒന്ന് ഒരേ നീളമായില്ലേ, ഒന്ന് നല്ലായിട്ടൊന്ന് പിടിച്ചേ. Make it a fist. ഇതിനെ ആർക്കും തകർക്കാൻ നോക്കാം. No one can destroy it. This is church.
ഇതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. This is what the Lord expects of us. ഇങ്ങനെ നിൽക്കുമ്പോൾ കണ്ടില്ലേ, വേറെ ഇങ്ങനെ തന്നെ നിൽക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തരായി വരും. You become different. ഹല്ലേലൂയ. Hallelujah. ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന വാക്ക് തന്നെ ശ്രദ്ധിച്ചോണം. ഞാൻ ഫെയ്ത്ത്ഫുൾ ആണോ, അവൈലബിൾ ആണോ, ഞാൻ സബ്മിസീവ് ആണോ, ഞാൻ ടീച്ചബിൾ ആണോ എന്ന് ഞാൻ എന്നെ തന്നെ പരിശോധിക്കുന്ന. When you are in fasting, it's a time to check whether you are faithful, available, submissive and teachable. കൊടുത്തിട്ടുണ്ട്. നമ്മളത് എന്തൊക്കെ വേണം? നമുക്ക് ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, വിശ്വസ്തനായിരിക്കണം, ലഭ്യനായിരിക്കണം, കീഴ്പ്പെട്ടിരിക്കാൻ പഠിക്കണം, പഠിക്കാനുള്ള മനോഭാവം വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശക്തരായി മാറും. If you have all these four aspects, we will be strong. All right, മുമ്പോട്ട് പോട്ടെ. ഒന്നാമത്തെ കാര്യം പൊസിഷണൽ ഹോളിനെസ്. ഒന്നാമത് നമ്മളെ ദൈവം വിശുദ്ധനാക്കി വെച്ചിരിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ, അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ദൈവത്തിന്റെ വിശുദ്ധരായ മക്കളാകുന്നു. We are redeemed by the blood of Jesus. We are the holy children of God. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യമാണ് സ്വഭാവത്താലുള്ള ഹോളിനെസ്, ബിഹേവിയറൽ ഹോളിനെസ്. സ്വഭാവത്താൽ വിശുദ്ധനായി തീരുക. Aspect is the behavioral holiness. And listen to me, that is a process. അതൊരു പ്രക്രിയയാണ്. And this is a process. ദൈവം നമ്മളെ വിശുദ്ധനാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മളുടെ സ്വഭാവത്തിനകത്തെ അന്തരങ്ങൾ വരുവാൻ ഒരു പ്രോസസ് ഉണ്ട്. As much as God has kept us holy, there is a process in മൊത്തം ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്നത്. പക്ഷെ നിന്റെ സ്വഭാവത്തിനകത്ത്, നിന്റെ പെരുമാറ്റത്തിനകത്ത്, നിന്റെ ആറ്റിറ്റ്യൂഡിനകത്ത് അത് വന്നിട്ടില്ല. അതൊരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുക. All of us are made holy, but the process is happening in your character, in your attitude, in your behavior, where which you are becoming holy. ആ പ്രക്രിയ ഉത്തരവാദിത്തോടെ ചെയ്യുന്ന വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. And the person who is responsibly doing this work in you is the Holy Spirit. രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളെയൊക്കെയാണ് ഒരേ സമയത്ത് എക്സാമോട് ഇരുന്ന് കൈകാര്യം ചെയ്യുന്നത്. ചർച്ചിനകത്ത് ഇരിക്കുമ്പോഴും നിങ്ങൾ ഓർത്തോണമേ, why you come to church? എന്തിനാ സഭയ്ക്കകത്ത് വരുന്നത്? ഒരു പ്രോസസ്സിനകത്താ. Why are you coming to church? Because you are in ഓരോ മീറ്റിംഗിനകത്ത് ഇരിക്കുമ്പോഴും സംതിങ് ഈസ് ടേക്കിംഗ് പ്ലേസ്. എന്തൊക്കെയോ നിന്റെ ചിന്തകളിലും നിന്റെ ആഗ്രഹങ്ങളിലും തീരുമാനങ്ങളിലും നീ സൗന്ദര്യമുള്ള വ്യക്തിയായി തീരുവാൻ വേണ്ടി എന്തൊക്കെയോ നടക്കുന്നുണ്ട്. Every moment that you are sitting here, something is happening in your thoughts, in your desires, in your decisions. നമ്മൾ എന്തോ ചെയ്യുന്നറിയോ? ഇന്ന് പോയിട്ട് ഇപ്പൊ എന്നെ എടുക്കാനാ. But the thing is, you try to avoid church. ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞില്ലേ, I will take my own sweet time. അല്ലേ? എടുത്തോണ്ടിരിക്കുക ഇപ്പൊ ഞാൻ. ഇതെപ്പം തീരും? അപ്പൊ ചിന്തകൾ ചിന്തിരിക്കും, എപ്പം തീരാൻ എന്റെ ദൈവമേ. You might be thinking, when is it coming to an end? 3 പോയിന്റേ ഉള്ളെന്ന് പറഞ്ഞു, പക്ഷേ മുമ്പോട്ടങ്ങ് പോവുക. 3 points and been stretching. അപ്പൊ നമ്മൾ നോക്കിക്കും, നമ്മൾ ഇറിറ്റേറ്റഡ് ആകും പെട്ടെന്ന്. We get irritated. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകും. You get frustrated. അങ്ങനെയല്ല, പരിശുദ്ധാത്മ അപ്പോഴും പറയുന്നത് be calm. But the Holy Spirit will tell us, be calm. നിനക്ക് കേൾക്കാനുള്ളത് നിന്നെ കേൾപ്പിക്കും. I will make you hear ഞാൻ what you പൂർണ്ണമായിട്ടും need to വിശ്വസിക്കുക, hear. ഇന്ന് രാവിലെ നീ ഇരുന്ന് ഉറങ്ങിയാലും നീ ഇടയ്ക്കൊന്ന് ഞെട്ടി എഴുന്നേക്കത്തില്ല, അന്നേരം ഒരു വാക്ക് കേൾപ്പിക്കും. Even if you are sleeping in the middle of your sleep, when you wake up, you will hear a word. ചിലര് ആമേനെന്നൊക്കെ പറയുമ്പോഴാണ് ഞെട്ടി എഴുന്നേക്കും. അയ്യോ തീരാറായോ. ഈ പ്രോസസ് നമുക്ക് ആവശ്യമാണ്. We need this process. അല്ല, നമ്മളുണ്ടല്ലോ ഈ ചാരം കൊണ്ട് നടക്കേണ്ടി വരും. പിന്നെ Otherwise we'll have to walk around with നമ്മുടെ ashes. ഭാരങ്ങൾ, നമ്മുടെ ഭാരത്തിന്റെ പ്രശ്നം അത്, നമ്മുടെ ഭാരം വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിലോട്ട് ബാധിക്കാൻ രോഗമായി മാറും. ഭാരം, When your burdens increase, it will get into your body, turn into a sickness. എന്നാൽ ഈ ചാരത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, പെട്ടെന്ന് തൂത്തുവാരി കളയാൻ എളുപ്പമാണ്. But the ashes can be dusted off easily. ഹലോ, ഇത് കമ്പും കോലുമായിട്ടിരുന്ന തൂത്തുവാരി കളയാൻ എളുപ്പമല്ല. ചാരമായത് കൊണ്ട് ഇപ്പൊ നിന്നെ ക്ലെൻസ് ചെയ്യാൻ എളുപ്പം, നിന്നെ ശുദ്ധീകരിച്ചെടുക്കാൻ എളുപ്പമാണ്. But ashes is easy to cleanse you. നിന്റെ ചാരം എടുത്ത് അങ്ങോട്ട് കൊടുക്കാമെങ്കിൽ കർത്താവ് വേഗത്തിൽ അതിനെ ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി, അത് പോയ വഴി പോലും അറിയത്തില്ല. അത് ഒരിക്കലും മടങ്ങി വരാതെ നിന്റെ ജീവിതത്തെ സുന്ദരമാക്കി തീർക്കും. You just need to pour some water over it. Your ashes can be easily cleansed. സ്വഭാവത്താലുള്ള ഹോളിനെസ്, ബിഹേവിയറൽ ഹോളിനെസ്, ബിഹേവിയറൽ പെരുമാറ്റങ്ങളിൽ കൂടി ആ വിശുദ്ധി വെളിപ്പെടണം. Holiness has to be revealed through our behavior. ആമേൻ, ഹല്ലേലൂയ. ദൈവം നമ്മളെ ഓരോരുത്തരെയും ആ പ്രോസസ്സിനകത്തൂടെ കൊണ്ടുപോകുമ്പോഴേ നമ്മുടെ സ്വഭാവവൽക്കരണം നടക്കുന്ന ക്യാരക്ടർ മാറും. Our character changes. മറ്റേന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞ ഉടനെ നമുക്ക് അങ്ങ് ദേഷ്യം വരുമായിരുന്നു. ഇപ്പൊ ദേഷ്യം വരത്തില്ല. നമ്മൾ കുരിശിലോട്ട് നോക്കിയിട്ട് പറയാം, കർത്താവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമെന്നൊരു ആറ്റിറ്റ്യൂഡ് മാറും.
our attitude changes and we ഞാൻ begin to ഞാൻ forgive others. കഴിഞ്ഞ ദിവസം ഞാൻ പറയായിരുന്നു, ഈ 2-3 ആഴ്ചയായിട്ട് കർത്താവ് എന്നെ ഭയങ്കര ശക്തമായി എന്നെ ഒരു കാര്യം കേൾപ്പിക്കുകയായിരുന്നു, മനസ്സിലാക്കുകയായിരുന്നു, സ്നേഹത്തെക്കുറിച്ച്. Last couple of weeks God has been making me hear about love. ഞാനൊരു പ്രോസസ്സിൽ നിൽക്കുന്ന മനുഷ്യനാണ് കേട്ടോ, എല്ലാം കൂടെ തേഞ്ഞാന്ന് പറയാൻ പറ്റുമോ? I am also in the process. ഞാനൊരു പ്രോസസ്സിൽ Complete നിൽക്കുന്ന and ആളാണ്. perfect. ഞാൻ കൂടുതൽ ദൈവവചനം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് എന്റെ പ്രോസസ്സ് കുറച്ചുകൂടെ വേഗത്തിലായി തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. Because I handle the word of God, I believe my process is faster. കർത്താവ് പറയട, നിനക്ക് ഈ ആരോടെല്ലാം വിദ്വേഷമുണ്ട്, ഹേറ്റ്രഡ്. With whom all you have hatred. ഞാൻ ഇന്നാലും ഒരു കാര്യം പറഞ്ഞു, രാജാൻ പെട്ടെന്ന് അങ്ങ് എതിർത്തു. എനിക്ക് പെട്ടെന്ന് രാജാനോട് സ്നേഹമാണെന്ന് തോന്നുന്നു. If somebody opposes me, immediately love doesn't come. ചന്തുവിനോട് ഞാൻ പറഞ്ഞടാ ഉറങ്ങാതെ നേരെ ഇരിക്കണമെന്ന് പറയാം, പിന്നെ ഇരുന്ന് ഉറങ്ങുന്ന കാണുന്ന പറഞ്ഞാൽ എനിക്ക് സ്നേഹമാണെന്ന് വരുന്നത്. If somebody doesn't listen to me, ഉടനെ എന്റെ വായി വരുന്ന വാക്കന്നെ പറഞ്ഞാൽ കേൾക്കാൻ ആദ്യമൊക്കെ അഹങ്കാരി, ആദ്യ പ്രസംഗി ഇരുന്ന് ഉറങ്ങുന്നുണ്ട്, ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കാൻ തോന്നുന്നു, പെട്ടെന്ന് നമുക്ക് തോന്നും. if somebody doesn't agree with me, വാല immediately വാല I get ഇതിനോട് upset. പോകുന്ന കേട്ടില്ലേ, നമുക്ക് അങ്ങ് സ്നേഹമാണെന്നോ വരുന്നത്, ഇരിക്കടാന്നല്ലേ പറയാൻ വരുന്നത്. അതുകൊണ്ട് അവൻ ഫീഡിംഗ് ബോട്ടിലും കൊണ്ടാണ് നടക്കുന്നത്. ആലയത്തിന്റെ പരിപാവനതയെ നശിപ്പിക്കുന്ന ഇന്നൊക്കെ പറയാൻ നമുക്ക് അങ്ങ് വരും അറിയാതെ. We get irritated and angry automatically. നമുക്ക് വിദ്വേഷം ഉണ്ടാകാം, സൗന്ദര്യപ്പിണക്കങ്ങൾ വരാം, നോക്കാൻ ഇഷ്ടമല്ല. കാര്യം ഇപ്പൊ ഞാൻ അവന് എഫ്രയെ വിളിച്ചു പറഞ്ഞാൽ അവന് ഓടി വന്നു, അവൻ വന്നില്ലായിരുന്നു ഉടനെ ഉണ്ട്, ഞാൻ പിന്നെ അവനെ നോക്കത്തില്ല. If you don't agree and listen to me, I can get very offended. ഞാൻ പറയുന്നത് കേൾക്കുമ്പോഴല്ലേ എനിക്ക് നോക്കാൻ വരുന്നത്. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിലോ? If you don't listen to me, കേട്ടില്ലെങ്കിലോ? what happens if you don't listen to me? നമുക്ക് ഇഷ്ടം തോന്നുമോ? Would you like it? അപ്പൊ ഇഷ്ടക്കേട് ആരോടാ തോന്നുന്നത്? You feel offended with whom? എന്നോട് പറഞ്ഞു, ഇഷ്ടക്കേട് ആരോടാ തോന്നുന്നത്? Whom do you feel അല്ലല്ല, offended with? ഇഷ്ടമുള്ളവരോട്. You ഇഷ്ടമുള്ളവരുടെ ഇഷ്ടക്കേട് തോന്നും. കാര്യം നമുക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ നമ്മൾ പറയുന്നത് ഇപ്പൊ അവർ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് തോന്നും? വഴിയെ പോകുന്ന ആരോടെങ്കിലും നമുക്ക് ഇഷ്ടക്കേട് തോന്നുമോ? you feel dislike with the person ഇഷ്ടക്കേട് you തോന്നുന്നത് like. എല്ലാം ഇഷ്ടമുള്ളവരോടാ. You സ്നേഹം കുറഞ്ഞു പോകുന്നത് സ്നേഹമുള്ളവരോടാ. You reduce your love with those who actually you love. അല്ലേ, സ്നേഹിച്ചവരെ അല്ലേ പിണങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ആരെന്തിനാ ചുമ്മാ പിണങ്ങുന്നു? ചുമ്മാ ഒരുത്തനോട് പിണങ്ങുമോ? Dislike പിണക്കം ഇവിടെ happens. വരുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കി, ഇതെല്ലാം നമുക്കുണ്ട്. ഒന്ന് പറഞ്ഞേ, ഇത് എനിക്കുള്ളതാ, ഈ All പറയുന്നതെല്ലാം these എനിക്കുള്ളതാ. problems we have. എനിക്കുണ്ട് കേട്ടോ, നിങ്ങൾക്കുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, എനിക്കിതൊക്കെ ഉണ്ട്. I have all these അപ്പൊ problems. കർത്താവ് പറയടാ, ഇത് മനുഷ്യനുള്ളതാ. പക്ഷെ ഇതൊന്നും അല്ലാത്തൊരു സാധനം ഞാൻ നിന്നോട് പറയുന്നത്, ശത്രുവിനെ സ്നേഹിക്കണം. അയ്യോ, And the Lord says, love your enemies. അപ്പൊ ശത്രു ആരാ? ശത്രു എന്ന് പറഞ്ഞാൽ എന്നെ ഒടുക്കാൻ നടക്കുന്നവനെ, എന്നെ കൊല്ലാൻ നടക്കുക, എന്നെ നശിപ്പിച്ച് എന്നെ ഇല്ലാതാക്കാൻ നടക്കുന്നവനെ ശത്രു. Who is the enemy who wants to destroy me? മറ്റേ ഇഷ്ടമുള്ളവരായിരുന്നു, വാക്കങ്ങ് വിട്ട് കളഞ്ഞാൽ മതിയായിരുന്നു, ഇഷ്ടത്തിന് പ്രശ്നമൊന്നും വരത്തില്ല. ഇത് അങ്ങനല്ല, ഇവൻ ഏത് സമയത്തും പതുകിയിരുന്ന് എന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവനാ. Enemy is the one who just want to destroy me. അപ്പൊ കർത്താവ് പറയാ, ലവ് ദൈ എനിമി, നിന്റെ And the ശത്രുവിനെ Lord സ്നേഹിക്കുക. says, love your enemies. എങ്ങനെ പറ്റും? Is it possible? അതിന് പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ കേട്ടോ, കുരിശിൽ നമ്മൾ അവസാനിക്കണം. We have to end ourselves in the cross. കുരിശിൽ പോകാതെ ശത്രുവിനെ സ്നേഹിക്കാൻ ഒക്കത്തില്ല. Without going to the cross, we cannot love our enemies. അപ്പൊ നമ്മൾ തന്നെ നോക്കണം, ഒന്ന് കുത്തി നോക്കണം ചത്തോന്ന്. You have to poke yourself and see, have you died? ഇപ്പോഴും കുത്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചാടി മറുപടി പറയാൻ വരുന്നതിന്റെ കാര്യം എന്താ? ചത്തിട്ടില്ല. You still want a back answer because you haven't died. പണ്ട് ഞങ്ങളെല്ലാം കൂട്ടി ഇരുന്ന്, തോമസ് ഞങ്ങളെല്ലാം കൂട്ടി ഇരുന്ന് പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പാസ്റ്ററെ കുരിശിൽ അങ്ങ് മരിച്ചു കിടക്കുക. Once we pastors were gathered and ക്രൂസിഫൈഡ് അലോങ് വിത്ത് ക്രൈസ്റ്റ്, കുരിശിൽ ഇങ്ങനെ മരിച്ചു കിടക്കുക യേശുവിനോട് ചേർന്ന്. we are all crucified with Christ. രഞ്ജൻ പാസ്റ്റർ എഴുന്നേറ്റ് വന്ന് കുരിശായിട്ടൊന്ന് നിന്നേ. അല്ല തന്നെ എനിക്ക് കുരിശാന്നറിയാം. ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നു. അപ്പൊ കുറച്ചു നേരം ഭാര്യയെ കാണുകയും ചെയ്യാം. ഇതാ കുരിശ്, ഞാൻ കുരിശ് ഇങ്ങനെ മരിച്ചു കിടക്കുക കണ്ടോ, യേശുവിനോട് കൂടെ കുരിശ് മരിച്ചു കിടക്കുക. I am crucified with എഫ്രൈ Christ. എഴുന്നേറ്റ് വന്ന് എന്നെ എന്തെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടിപ്പിച്ചേ, എന്നെ കുത്തുകയോ പറിക്കുകയോ ചെയ്തേ. അന്നേരം ഞാൻ അതില് അപ്പൊ എന്താ ചെയ്യാ, എന്റെ ആണി ഞാൻ പറിക്കും. I'm going to come out of my nails. ഇവൻ എന്നെ ഉപദ്രവിക്കാൻ വരുമ്പോ എന്തോ ഈ ആണി ഞാൻ പറിക്കും. And then അപ്പൊ എന്നോട് തോമസ് പറയുക, എന്റെ പാസ്റ്ററെ ആണി പറിക്കല്ലെന്ന് വിചാരിച്ചാൽ ഇമാരെന്നെ നമ്മളെ കൂടെ പറപ്പിക്കും. even if you don't want to pull out the nails, others sometimes make you pull out your nails. മനസ്സിലായി? ആണി പറിക്കാതെ നിൽക്കുക എന്ന് പറഞ്ഞത് ഭയങ്കരമാണ്. It's very difficult to be crucified. അയ്യോ, ഇന്ന് ആ സൗന്ദര്യം ഒന്ന് പൂർണ്ണതയെ വരാൻ വേണ്ടി
Let your beauty become perfect. യേശുവിനോട് കൂടെ ഒന്ന് ക്രൂശിക്കപ്പെട്ടെ. Be crucified with Christ. നിങ്ങൾക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ സാധ്യമായിട്ടുണ്ട്. Everything, many പക്ഷെ ഒരു things. കാര്യം കൂടെ സാധ്യമാകണം. One more thing Crucifying has to be- along with Christ. To be യേശുവിനോട് കൂടെ. crucified with Christ. പൂർണ്ണമായി സമർപ്പണം എന്ന് പറയുന്നത് ഞാൻ ചാകണം. To be fully surrendered, I must യേശു എന്നാ die. പറഞ്ഞതറിയോ ഇവർ ചെയ്യുന്നത്? എന്തോ ചെയ്യുന്നവനെ താടി പിടിച്ചു പറിക്കുക, കന്നത്തടിച്ചു, തലയിൽ മുൾക്കിരീടം വെച്ചു, ആണിയെല്ലാം വെച്ച് കൈയും കാലും എല്ലാം കുത്തി തുളച്ചു, എല്ലാം ആകപ്പാടെ ഉപദ്രവിച്ചു, ചാട്ടവാറ് കൊണ്ടുള്ള അടി പുറം മുഴുവനും പൊളിഞ്ഞു. അപ്പോഴെങ്ങനെ പറയാൻ പറ്റുന്നത് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാൻ വയ്യ? കർത്താവേ ഇവരോട് ക്ഷമിക്കണമെന്ന് എങ്ങനെ പറയാൻ പറ്റും? After all the persecution ഞാൻ Jesus suffered, ചോദിക്കട്ടെ, he said, അങ്ങനെ "Father, ആകണമെങ്കിൽ forgive." എന്തും മാത്രം ഇനി ആ പ്രോസസ്സിൽ കൂടി പോയാൽ പറ്റും? If we have to reach that state of forgiveness and extended നമ്മളെല്ലാം forgiveness, what വിശുദ്ധരാണ്. process we need to നമ്മളെ go എല്ലാം through? ദൈവം വിശുദ്ധരാക്കി വെച്ചിരിക്കുകയാണെങ്കിലും നമ്മുടെ ബിഹേവിയർ മാറാൻ വേണ്ടി ഒരു പ്രോസസ് ഉണ്ട്. Although God has made us holy, there is a process to change our character. അതറിയുമ്പോഴാണ് നമ്മുടെ കണ്ണ് നനയും. നമ്മുടെ കണ്ണ് നനയുന്ന സങ്കടങ്ങൾ ഓർത്തിട്ടല്ല, അയ്യോ കർത്താവേ നീ എന്നെ അങ്ങനെ മാറ്റിയതിനായി സ്തോത്രം. കണ്ണ് നിറയുന്നത് സന്തോഷം കൊണ്ടാണ്. Your eyes will well up when you realize how much God has changed you. ആമേൻ, ഹല്ലേലൂയ. ദൈവം നിന്നെ വിശുദ്ധനാക്കി എന്ന അറിവ് വരുമ്പോഴാണ് നിന്റെ ബിഹേവിയർ മാറാൻ തുടങ്ങും, നിന്റെ പെരുമാറ്റങ്ങൾ മാറാൻ തുടങ്ങും. When you realize God has made you holy, your പക്ഷെ behavior changes. നീ പാപിയാന്നുള്ള ചിന്ത വന്നാൽ ദൈവത്തിൽ നിന്ന് വളരെ ദൂരത്ത് മാറി നിൽക്കും. But the moment you think that you are a sinner, you will go far away from God. എന്നാൽ യേശുവിന്റെ രക്തം നിന്നെ ദൈവത്തിന്റെ നീതിയാക്കിയെന്ന ബോധം നിന്റെ അകത്ത് വരുമ്പോൾ നിന്റെ പെരുമാറ്റങ്ങൾ വിശുദ്ധിയുടെ പെരുമാറ്റങ്ങളായി മാറാൻ തുടങ്ങും. But when you realize the blood of Jesus has redeemed you, Listen to your me. behavior will become Listen to me, holy. my parents. ഇതിനകത്തിരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെ നോക്കി ഞാൻ പറയാണ്, നിങ്ങളുടെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ മോനെ, യു ആർ ഹോളി അൺടു ഗോഡ്. നീ ദൈവത്തിന് വേണ്ടി വിശുദ്ധനാണ്, വിശുദ്ധയാണെന്ന് പറയാൻ പഠിക്കണം. When your children do mistakes, parents call your children and say, "You are holy unto the Lord." കുഞ്ഞുങ്ങൾ കുറ്റം ചെയ്യുമ്പോ മോളെ നീ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണെന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, If we can tell our children, child, daughter, you are separated unto the Lord. നിങ്ങൾ ആരാധനയ്ക്ക് വന്നിട്ട് നിങ്ങളുടെ മക്കൾ ആരാധിക്കാതിരിക്കുവാണെങ്കിൽ നിങ്ങൾ പറയണം, നീ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട കുഞ്ഞാണ്. If your children are not worshipping the Lord, you must tell them you are separated for the Lord. അവരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, അവരോട് നല്ല വർത്തമാനങ്ങളെ പറയുക. Do not accuse them, speak good words to them. That process will start. അവിടെയാണ് പ്രക്രിയ ആരംഭിക്കുന്നത്. That's when the process will start in അതുകൊണ്ട് them. അവിടെ ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നോട്ട് പറ, ഐ ആം സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്. ഞാൻ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ അശുദ്ധനല്ല. I am not unholy, I am set apart for the Lord. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കട്ടെ. നീ ദൈവത്തിന് സൗന്ദര്യമുള്ള വ്യക്തിയാണ്. You are a person beautified by the Lord. ഈ ബ്യൂട്ടി എന്നുള്ള വാക്കിന്റെ മറ്റൊരു പദമാണ്, അതാണ് യഥാർത്ഥമായ പദം, ഗ്ലോറി. Now the word for beauty is a right word, which സൗന്ദര്യം is എന്നുള്ള glory. വാക്കിന്റെ യഥാർത്ഥമായ പദം, അത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിനകത്ത് ശലോമിനെ കുറിച്ച് പറയുമ്പോൾ എഴുതിയിരിക്കുന്നത് ശലോമോന്റെ മഹത്വം, സൗന്ദര്യം. That's why Jesus speaks about Solomon's glory in Matthew chapter 6. മനസ്സിലായോ? നിങ്ങൾ സൗന്ദര്യമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മഹത്വവൽക്കരിക്കപ്പെട്ട വ്യക്തിയാണ്. If you are a beautiful person, means you are a glorified Which means person. you have tasted. അവന്റെ മഹത്വത്തെ നിങ്ങൾക്ക് തൊടാൻ കഴിഞ്ഞു, തേജസ്സിനെ തൊടാൻ കഴിഞ്ഞു. Which means you've been able to touch the glory of God. ഹല്ലേലൂയ. ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നോട്ട് ഇത് പ്രാർത്ഥിച്ചാട്ടെ. Begin ഹല്ലേലൂയ. to pray wherever you are seated. Praise God. ഹല്ലേലൂയ. അല്പനേരം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തിട്ട് കർത്താവിനോട് പറഞ്ഞാട്ടെ, ഇന്ന് ഈ കേൾക്കുന്ന ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേൻ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ചാരങ്ങളെ വഹിച്ച് എടുത്തു മാറ്റുന്നുണ്ടെങ്കിൽ, If this message is somehow you removing surrender the yourself. ashes from your എന്നിട്ട് ആ life, പ്രക്രിയയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച കർത്താവേ, ആ Lord, പ്രോസസ് for the എന്നിൽ നടക്കട്ടെ. process. Let the process happen in your ആമേൻ. life. എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്ന കർത്താവേ, എന്നിൽ ആ പ്രക്രിയ ആരംഭിക്കട്ടെ ഇപ്പോൾ. Let the process begin in my life. വാകളെയൊക്കെ തുറന്ന് കർത്താവിന് മഹത്വം കരേറ്റിക്കൊണ്ട്, Open your ഹല്ലേലൂയ. mouth and begin to praise ഞാനെന്ന് God. പറയുന്നവൻ ചാകണം, I should die, ഞാൻ ചത്തിട്ട് എന്നിൽ ക്രിസ്തു വെളിപ്പെടണം. and Christ should be revealed in me. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കണം. It is no longer I who live, but ആമേൻ. Christ should live ഹല്ലേലൂയ. in me. വാകളെയൊക്കെ തുറന്നിട്ട് കർത്താവിന് Open your മഹത്വം mouth കരേറ്റിക്കാട്ടെ. and begin to praise God. ഹല്ലേലൂയ.
റിയാല ദർഹസ്മനി റിയാന്തുന റിബൽ കമന റഗല ശിഗൽതന റിയാദന അദ്ദേ റിയാദന. ആ സെൽഫ് എല്ലാം പൊളിഞ്ഞ് താഴെ പോട്ടെ യേശുവിന്റെ നാമത്തിൽ. Every burden be removed. നിന്റെ സെൽഫ് എല്ലാം പൊളിഞ്ഞ് താഴെ വീഴട്ടെ യേശുവിന്റെ Let our നാമത്തിൽ. self be broken. ആമേൻ. ഹല്ലേലൂയ. ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന അഹംഭാവങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. Every element of pride be removed in the name of Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് കൊള്ളാവുന്നവരായി, മനുഷ്യർക്ക് കൊള്ളാവുന്നവരായി നിൽക്കുവാൻ Useful unto the Lord and unto കർത്താവേ എന്നെ men. ഉപയോഗിക്കണമെന്ന് Lord, പ്രാർത്ഥിച്ചു. use me. Pray. ഹല്ലേലൂയ. എന്റെ വാക്കുകൾക്ക് സൗന്ദര്യം കൂടട്ടെ, എന്റെ പെരുമാറ്റങ്ങൾക്ക് സൗന്ദര്യം കൂടട്ടെ, നിന്റെ വിശുദ്ധി എന്നിൽ കൂടി ഒഴുകട്ടെ. Let our words be beautiful. Let our behavior be beautiful. Let His Thank you, holiness flow Jesus. through us. Thank you, Jesus. 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 വാകളെ തുറന്ന് കർത്താവിന് സ്തുതി കൊടുത്താട്ട്. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം കർത്താവ് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു വലിയ പ്രക്രിയ ഇനി നടക്കട്ടെ. Day of transformation and a process of change happen.